বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়, এসেছে চৈত্র সন্ধ্যা। বসন্ত ঘন হয়, Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my Father, let my country awake. എൻ്റെ അച്ഛൻ ബോംബെയിൽ ജോലി ചെയ്തപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അച്ഛനും അമ്മയും അവിടെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു 5-6 വർഷം ക്ലാസ്സിൽ ഞാൻ പഠിച്ചതൊക്കെ ബോംബെയിലാണ്. ബോംബെയിൽ വർലിയിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോഴും കുറച്ച് മറാഠിയൊക്കെ അറിയാം, മനസ്സിലാവും, കുറച്ച് സംസാരിക്കാനും പറ്റും. അതിനുശേഷം ഒരു കൊല്ലം കൽക്കട്ടയിലായിരുന്നു. പിന്നെ 6ാം ക്ലാസ് തൊട്ട് മദ്രാസിലേക്ക്, അന്ന് മദ്രാസ് എന്ന് പറയുന്നത് ഇന്ന് ചെന്നൈയിലേക്ക് മാറി. ഡോൺ ബോസ്കോ സ്കൂളിലാണ് ഞാൻ ചേർന്നത്. അവിടെ ഡോൺ ബോസ്കോ സ്കൂൾ അന്നൊരു പുതിയ സ്കൂളായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു ഓർമ്മ, നാടായിട്ടുള്ളൊരു ബന്ധം, സമ്മർ ഹോളിഡേയ്സിന് നാട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട് കരൂപ്പെടുന്ന കൊടുങ്ങല്ലൂർ, കുറച്ചൊരു 2-3 കിലോമീറ്റർ അപ്പുറത്തും, അമ്മയുടെ വീട് മതിലകം മണപ്പുറം എന്ന് പറയും, 2-3 കിലോമീറ്റർ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇപ്പുറവും. അപ്പോൾ മിക്കവാറും ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ് സമ്മർ ഹോളിഡേയ്സിനൊക്കെ പോയി കഴിക്കാറ്. I was very attached to my grandfather, അച്ഛൻ്റെ അച്ഛൻ, ഞങ്ങൾ മറ്റച്ഛൻ എന്നാണ് വിളിക്കുക. I think he was a very early influence on my life. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ നിൻ്റെ അച്ഛനെ പോലെ ആവരുത്, വല്ലയിടത്തും പോയി ജോലി ചെയ്യരുത്, സ്വയം എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാറ്. ബിക്കോസ് ഹി വാസ് എൻ ഓൺട്രപ്രണർ. എൻ്റെ അച്ഛൻ്റെ അച്ഛനൊരു ഇറ്റ്സ് എ ട്രേഡർ, റൈസിലും മറ്റ് ചില പലചരക്ക് കടകളുണ്ട്, അങ്ങനെ ഹി വാസ് എ ട്രേഡർ ഓഫ് സോർട്ട്സ്. അവിടുന്ന് ബോട്ടിൽ ഇങ്ങനെ റൈസൊക്കെ എറണാകുളത്ത് കൊണ്ട് വിൽക്കുക, അതൊക്കെ എൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ വെരി ഏർലി ഓൺ ഐ ഹാഡ് ഡിസൈഡഡ് ഐ വിൽ നോട്ട് വർക്ക് ഫോർ എനിബഡി ഇൻ ദാറ്റ് സെൻസ്. അതുകൊണ്ട് ഒരു റെഗുലർ എംപ്ലോയ്മെൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എവിടെയും. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കാലം വർക്ക് ചെയ്താൽ പെട്ടെന്ന് എനിക്ക് മാറാൻ തോന്നും. ലോയോല കോളേജിൽ BA ഹിസ്റ്ററി ചെയ്തതിന് ശേഷം ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA ഹിസ്റ്ററിക്ക് ചേർന്നു. കോളേജിൽ എനിക്ക് കുറച്ച് പോളിറ്റിക്സ് ഉണ്ടായിരുന്നു. ലോയോല കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും. ലോയോല കോളേജിൽ ജെസ്വിറ്റ്സ് പ്രീസ്റ്റ് നടത്തുന്ന കോളേജാണ്. അവിടെ പോളിറ്റിക്സ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. വേണമെങ്കിൽ ഞാനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ സ്റ്റുഡൻറ്റ് യൂണിയൻ പ്രസിഡൻറ്റ് ഇലക്ഷന് നിൽക്കുകയും ആ കാലഘട്ടത്തിൽ കുറച്ച് പോളിറ്റിക്സ്, പെർട്ടിക്കുലർ ലെഫ്റ്റ് പോളിറ്റിക്സ് ഇതിലേക്ക് കൊണ്ടുവരികയും SFIയുടെ ഒരു അനുഭാവിയായിട്ടും. ആ ഒരു സാഹചര്യവും രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെയായിരുന്നു അന്ന്. കാരണം എമർജൻസിയുടെ കാലഘട്ടം, 1975-76 ആ കാലഘട്ടത്തിൽ. അപ്പോൾ അന്നാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഒരു ടൈം ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ബെറി ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയൊരു സംഘടന ഞാൻ അവിടെ നടത്തി, കോളേജിലും പുറത്തും. പിന്നെ കോളേജിൽ, ലോയോല കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഞാൻ ഒരുപാട് ഇൻ്റർ കോളേജിയേറ്റ് ഫങ്ഷൻസ്, ഡിബേറ്റ്സും പ്രോഗ്രാംസും പോകാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൂഡ് ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ IIT ബോംബെയിൽ ഒരു ഇൻ്റർ കോളേജിയേറ്റ് ഡിബേറ്റിന് പോയിട്ട്, ഞങ്ങളുടെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ടീം പോകുന്നു,
സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ടീം വരുന്നു. അപ്പോൾ അതിൽ അവസാനത്തെ ക്ലാഷ് ഞാനും ശശി തരൂരും തമ്മിലായിരുന്നു. അതിൻ്റെ ക്ലാഷിൻ്റെ സംഭവം എക്സ്റ്റെമ്പോർ ഡിബേറ്റ് ആയിരുന്നു. എന്നിട്ട് ഒരു റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ മാർക്സായി. അപ്പോൾ അത് ടൈ ബ്രേക്കർ വേണം. അപ്പോൾ ഒരു റൗണ്ടും കൂടി അത് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവസാനം അതിലും ടൈ ബ്രേക്കർ ആയപ്പോൾ ബോത്ത് ഓഫ് us were declared man of the match. ഷെയർ ചെയ്തു ഞങ്ങൾ ആ പ്രൈസ്. അങ്ങനെയാണ് ഞാൻ ശശി തരൂരായിട്ടുള്ളൊരു പരിചയം. ഈ ബിക്കംസ് എ ഫ്രണ്ട്. അതിനുശേഷം ഞാൻ ശശി തരൂരിൻ്റെ വീട്ടിൽ ജനീവയിലൊക്കെ ഉള്ളപ്പോൾ UN ഹൈ കമ്മീഷൻ ഓഫ് റെഫ്യൂജീസ് ആയിരുന്നു. പിന്നെ UN ജനീവയിലായിരുന്നപ്പോൾ I've gone and visited him at his house. So we are in touch now once in a while. ഇപ്പോൾ പുള്ളിയുടെ പോളിറ്റിക്സ് കോൺഗ്രസ് ആയതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഒരു ഇടപെടലില്ല. ബട്ട് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അതും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ വിമൻസ് ക്രിസ്ത്യൻ കോളേജിൽ ഒരു ഇൻ്റർ കോളേജിയേറ്റ് ഫംഗ്ഷനിന് പോയപ്പോഴാണ് എൻ്റെ ഭാര്യയായ രാധികയെ കാണുന്നത്. രാധിക അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈക്കോളജി BS സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് ഓൾസോ ആക്ടിങ് ഇൻ ഒരു പ്ലേയിൽ. അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വി വർ എൻഗേജ്ഡ്. ഒന്ന് രണ്ട് കൊല്ലത്തോളം വി വർ എൻഗേജ്ഡ് ആൻഡ് വി ഗോട്ട് മാരീഡ് മച്ച് ലേറ്റർ. Late 1970s ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. When we first met, I was in college first year BA and Sashi was in his final year MA. ഭാവിയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല. He was talking about IFS, teaching, wondering whether he should do a PhD. അങ്ങനെ പല ഓപ്ഷൻസ് he was thinking of. അപ്പോൾ അന്ന് ഞാൻ രാധികയെ കാണുമ്പോൾ രാധിക മലയാളിയാണെന്ന് പോലും അറിയില്ല. എനിക്ക് ആദ്യം സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി. പിന്നെയാണ് അത് P. ഭാസ്കരൻ്റെ മോളാണെന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെയാണ് ഭാസ്കരൻ മാഷായിട്ടുള്ള ഒരു ബന്ധം ത്രൂ മാരേജ് ഓൺലി. അപ്പോൾ ഓഫ് കോഴ്സ് ഐ യൂസ് ടു അഡ്മയർ P. ഭാസ്കരൻ മാഷുടെ പാട്ടുകൾ. എനിക്ക് മ്യൂസിക്കിൽ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഐ വാസ് വെരി ഫോണ്ട് ഓഫ് ഹിസ് ലിറിക്സ് ആൻഡ് ഓഫ് ദ സോങ്സ്. എനിക്ക് അന്നൊരു ചെറിയ പ്രതിസന്ധിയാണ്. ഞാൻ സിവിൽ സർവീസസിന് എഴുതി അതിൽ പാസ്സായി. അതിൽ ചേരണോ വേണ്ടേ എന്നുള്ളൊരു സംഘർഷം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ അച്ഛന് വലിയ താല്പര്യമായിരുന്നു ഞാൻ IAS ചേരണമെന്നും. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതിനെനിക്ക് പ്രോത്സാഹനം തന്നു. ബൈ ദിസ് ടൈം ഐ വാസ് എൻഗേജ്ഡ് വിത്ത് രാധിക. അപ്പോൾ വീണ്ടും അത് വേണ്ടാന്ന് വെക്കാനും ഈ ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് എൻ്റെ ശ്രദ്ധ അത് പ്രോത്സാഹിപ്പിക്കുന്നതും P. ഭാസ്കരൻ മാഷ് തന്നെയാണ്. സോ ഹീ സെഡ് യെസ്. പുള്ളിക്ക് IAS ഒക്കെ പുച്ഛമായിരുന്നു. അതിലൊന്നും കാര്യമില്ല, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും മേലേ ചളിയും ചുഴിയും താഴെ പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി. നഗരത്തിനെ പറ്റി പറയാണ്. പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി പറയാൻ പറ്റാത്ത കാമുകി പറയാൻ പറ്റാത്ത കാമുകി. Then of course after we got married, my career, in fact she followed me in my career. Radhika, she's a publisher of children's books. She used to teach in the school, Krishnamurti Foundation School. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും she was very interested in literature for children, on issues relating to children. And today she runs a fairly successful children's publishing house called Tulika. Shabana, and this is her friend, the baby goat, and let's find out what she's called. Slutar du aldrig att fråga? Nej. C'était ma mère, monsieur. Et ta mère, qu'est-ce qu'elle a encore? Elle est morte.
ഈ വിഷ്വൽ മീഡിയയിലേക്ക് വരാൻ തന്നെ കാരണം അതിൻ്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത് സിനിമയാണ്. എനിക്ക് ഹൈസ്കൂൾ തൊട്ട് ഐ വാസ് വെരി പാഷനറ്റ്ലി ഇൻവോൾവ് വിത്ത് സിനിമ എന്ന് വെച്ചാൽ നോട്ട് ബോക്സ് ഓഫീസ് സിനിമ. ബോക്സ് ഓഫീസ് സിനിമയൊക്കെ പുച്ഛമായിരുന്നു, അത് കാണുന്നത് പോലും ഒരു സിൻ പോലെയായിരുന്നു. ന്യൂ വേവ്, അന്നൊക്കെ ന്യൂ വേവിൻ്റെ കാലഘട്ടമാണ്, ന്യൂ വേവ് സിനിമ. അപ്പോൾ യൂറോപ്യൻ മാസ്റ്റേഴ്സ്, ബ്രസോം, ബുനുവൽ, ട്രൂഫോ, ഫ്രഞ്ച്, പിന്നെ ഈവൻ ഈസ്റ്റ് യൂറോപ്യൻ മാസ്റ്റേഴ്സ്, എല്ലാ ഫിലിം ഫെസ്റ്റിവൽസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഐ യൂസ് ടു റൈറ്റ് അബൌട്ട് സിനിമ ഫോർ ദ ഹിന്ദു. റിവ്യൂസ് ആയിട്ടല്ല, ഈ ഫിലിംസിനെ പറ്റി, അതിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ്, അതിൻ്റെ ഇസ്തെറ്റിക്സ്, അതിൻ്റെ ഡീപ്പർ മീനിങ് അല്ലെങ്കിൽ ഡീപ്പ് സ്ട്രക്ചറൽ മീനിങ്, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മൈ ആക്ച്വൽ ഇൻട്രസ്റ്റ് വാസ് ടു ബിക്കം എ ഫിലിം ഡയറക്ടർ, like Rajiv Kumar, who is shooting the series. Promenera till stan. Du ljuger. Ska jag berätta i detalj? Gode Gud! Låt mig få dö hemma i alla fall! ദൂരദർശന് ന്യൂസ് പ്രസൻറ്റേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അഡ്വർടൈസ്മെൻറ്റ് വന്നത് ആരോ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ആരോ പറഞ്ഞിട്ട് ഞാൻ അതിന് പോയി ട്രൈ ചെയ്യുന്നു, മദ്രാസ് ദൂരദർശനിൽ, അന്ന് മദ്രാസ്, ഇന്ന് ചെന്നൈ എന്ന് പറയുന്ന ദൂരദർശനിൽ. അതിന് ഇംഗ്ലീഷ് ന്യൂസ് പ്രസൻറ്റേഷന് ഐ എം സെലക്റ്റഡ്. അങ്ങനെ ഐ ബിക്കം എൻ ഇംഗ്ലീഷ് ന്യൂസ് പ്രസൻറ്റർ ഓൺ ദൂരദർശൻ, പാർട്ട് ടൈം ആയിട്ട്. അന്ന് കോൺട്രാക്റ്റാണ്, 14 days കോൺട്രാക്റ്റ്, 400 രൂപ തരിക, 14 ദിവസത്തിന് ഒരുമിച്ച് ന്യൂസ് വായിച്ചാൽ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ കമ്പം വിഷ്വൽ മീഡിയയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ദൂരദർശൻ മുഖാന്തരം വരുന്നു. അങ്ങനെ ന്യൂസ് പ്രസൻറ്റേഷനിൽ നിന്ന് ന്യൂസ് പ്രൊഡ്യൂസർ ആവുന്നു, പല പ്രോഗ്രാംസ് ചെയ്യുന്നു, ഇൻ്റർവ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ദൂരദർശനും ഞാനായിരുന്നു അവരുടെ സിനിമ അതോറിറ്റി എന്ന് പറയാവുന്നത്. എല്ലാ ഫെസ്റ്റിവൽസും കവർ ചെയ്യുന്നു, ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, നമ്മുടെ മാസ്റ്റേഴ്സിനെയും, നമ്മുടെ ഋത്വിക് ഘട്ടക് അല്ലെങ്കിൽ മറ്റേ സത്യജിത് റേ, മൃണാൽ സെൻ, മണി കോൾ, കുമാർ ഷാനി, ഇവരെ നമ്മൾ ബോക്സ് ഓഫീസ് ഫിലിം ഡയറക്ടേഴ്സിനെ തൊടുകയില്ല, ഒക്കെ ന്യൂ വേവ് മാത്രമേ ഉള്ളൂ. ഇന്ന് തിരിച്ചു നോക്കുമ്പോൾ അതൊരു അനാവശ്യമായിട്ടൊരു ഷാഡ്യമായിരുന്നു, ന്യൂ വേവ് മാത്രം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. എനിവേ, ദാറ്റ് ഈസ് ഹൗ ഐ സ്റ്റാർട്ടഡ്. മദ്രാസിൽ ന്യൂസ് വായിച്ചതിന് ശേഷം നാഷണൽ ന്യൂസ് തുടങ്ങുന്നു. അപ്പോൾ നാഷണൽ ന്യൂസ് നെറ്റ്വർക്ക് വരുമ്പോൾ ഞാൻ ഡൽഹിയിലേക്ക്, ആസ്ക് മീ വൈ ഡോണ്ട് യു ബിക്കം എ പെർമനൻറ്റ് ന്യൂസ് റീഡർ, ന്യൂസ് പ്രസൻറ്റർ ഓൺ ദൂരദർശൻ. അങ്ങനെ ഞാൻ ഡൽഹിയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലത്തെ ഐ തിങ്ക് ഫസ്റ്റ് നാഷണൽ നെറ്റ്വർക്കിൽ ന്യൂസ് വായിക്കുന്നത് ഞാനും നീതി രവീന്ദ്രനുമാണ്. അന്ന് 2 പേരാണ് ന്യൂസ് അവതരിപ്പിക്കുക, നീതി രവീന്ദ്രനും ഞാനും. അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം നാഷണൽ ന്യൂസിൽ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, തജേശ്വർ സിംഗ്, അല്ലെങ്കിൽ മീനു തൽവാർ, ഗീതാഞ്ജലി അയ്യർ, റീനി ഖന്ന. അപ്പോൾ ഈ ന്യൂസ് പ്രസൻറ്റേഷനിൽ അന്നത്തെ ഒരു പ്രത്യേകത, ഇന്നത്തെ പോലെ ടെലിപ്രോംപ്റ്റേഴ്സ് ഒന്നുമില്ല. അന്ന് നമുക്ക് ന്യൂസ് ഇങ്ങനെ പേപ്പേഴ്സിൽ വരും, അതായത് ഒരു ന്യൂസ് ഷീറ്റ്സ് വരും. അതിൽ കഴിയുന്നിടത്തോളം കാണാപ്പാഠം പഠിക്കണം, എന്നിട്ട് അത് അവതരിപ്പിക്കണം. അപ്പോൾ അതിലൊരു ബ്രേക്ക് കിട്ടുന്നത് ഒരു വിഷ്വൽ വരുമ്പോഴാണ്. ഇടയ്ക്കൊരു ഇതിനെപ്പറ്റി ഒരു വിഷ്വൽ വരുമ്പോൾ നമുക്കൊന്നുകൂടി നോക്കാൻ പറ്റും, അടുത്ത ഒരു 4-5 പേജ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മെമ്മറി ടെസ്റ്റും കൂടിയായിരുന്നു ന്യൂസ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. എത്ര പേർക്ക് ഇത് ചോട്ട് നോക്കാണ്ട് വായിക്കാൻ പറ്റും. പക്ഷേ ആ കാലഘട്ടത്തിൽ നിന്നും ടെലിപ്രോംപ്റ്ററിലേക്ക് മാറുന്ന സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ടെലിപ്രോംപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് നേരെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ ലെൻസിൽ കാണുന്ന രീതിയിൽ. ഇപ്പോൾ ഈ ടെലിപ്രോംപ്റ്ററിൻ്റെ ഒരു എക്സാമ്പിൾ, ഇതുപോലൊരു സംരംഭത്തിൽ നമ്മൾ നോക്കി വായിച്ചാൽ നേരെ ലെൻസിലേക്ക് നോക്കി വായിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അന്ന് ടെലിപ്രോംപ്റ്റേഴ്സിലേക്കുള്ള മാറ്റവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു എക്സ്പീരിയൻസ്. ബട്ട് ഐ തിങ്ക് ഈ കാണാപ്പാടം പറിച്ച് പറയുന്ന ആ ന്യൂസിൻ്റെ ഒരു ചാലഞ്ച് ഇതിനൊന്നുമില്ല. ഇതിപ്പോൾ ആർക്കും വേണമെങ്കിൽ വായിക്കാമല്ലോ എന്നുള്ളതാണ്. Would you say that there is a constitutional impasse that has been generated relating to the Articles 324 to 329, which relate to the Election Commission in our Constitution? Well, my answer is an emphatic no.
Articles 324 and 329 were crafted by our founding fathers of the Constitution into an extraordinarily good set of articles. And for the first time, I think we are going to register negative growth rate in terms of exports in this financial year. In your view, does this warrant a serious reversal of the liberalization process? Is that possible? Is that pragmatic? What would be the view? Well, that is what we have been struggling for. And we did not like, we opposed the new economic policy. ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പോൾ എൻ്റെ വലിയ സമ്മിറ്റ്സൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ യൂസ് ടു ബി ദ ആങ്കർ ഓഫ് മേജർ സമ്മിറ്റ്സ്. ഇപ്പോൾ നോൺ അലൈൻ സമ്മിറ്റ്, ദൂരദർശൻ്റെ നോൺ അലൈൻ സമ്മിറ്റ് ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അന്ന് കാസ്ട്രോ വരുന്നു, യാസർ അറഫാത്ത് വരുന്നു, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് കം. അപ്പോൾ ആ സമ്മിറ്റ് കവർ ചെയ്യുക, അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുക, ഇന്ദിരാഗാന്ധി അടക്കം ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അതേപോലെ ഫിലിം പേഴ്സണാലിറ്റീസ്, എനിക്ക് അതിൽ വലിയ കൗതുകമുള്ളതുകൊണ്ട് ഐ യൂസ് ടു ശാന്താരാം അടക്കം, ദേവാനന്ദ്, ശാന്താരാമിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ രാജ് കപൂർ, അദ്ദേഹം സത്യം പറഞ്ഞാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നതിന് കുറച്ച് മുമ്പ് ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തു. ആൻഡ് ഹി ഗേവ് എ വെരി നൈസ് ഇൻ്റർവ്യൂ. Raj Kapoor Sahib, it's our proud privilege to be with you today, and hearty congratulations at the outset. I don't think the Dada Saheb Phalke Award could have found a more fitting candidate this year, certainly, than you, who was the thespian and perhaps the greatest living veteran of Hindi cinema, of Indian cinema today. Your reactions on the awards? मैं अपने आप को बड़ा भाग्यशाली समझता हूं कि मुझे इस साल के लिए दादा साहब फाल्के अवार्ड के लिए चुना गया है. I don't know whether that was the last interview he gave, and then I'm not able to conclusively say, but it is certainly one of the last interviews that he did. He was a very, very pleasant and very jovial person. So I've had experience with most of the well-known filmmakers and actors. ഇവിടെ MGR, ദൂരദർശൻ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, MGR ആയിട്ട് ഉണ്ടായ ഒരു അനുഭവം. ഒരു ദിവസം ന്യൂസ് വായിച്ചിട്ട് ഞാൻ ചോട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞാൻ വന്നപ്പോൾ ഉടനെ ഒരാൾ ഡ്യൂട്ടി ഓഫീസർ വന്നു, സാർ ചീഫ് മിനിസ്റ്റർ വാണ്ട്സ് ടു സ്പീക്ക് ടു യു. ഞാൻ ചെന്ന് റഷ് ചെയ്ത് പോയപ്പോൾ ഫോണിൽ അദ്ദേഹം MGR ഇസ് ഓൺ ദ ഫോൺ. അപ്പോൾ പറഞ്ഞു, യാർ തമ്പി നിങ്ങൾ தான் ന്യൂസ് പഠിച്ചെങ്കിലാ? ഞാൻ പറഞ്ഞു, അതെ. ഞാൻ പറഞ്ഞു, തമിഴ് പൺപാട് உங்களுக்கு தெரியாதா? അതായത് തമിഴ് സംസ്കാരം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. എനിക്കെന്താ പറയുന്നത് പോലും എനിക്ക് മനസ്സിലായില്ല. ഐ സെഡ്, നോ സർ, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. തമിഴ് പൺപാട്ടിൽ വിളക്ക് കൊളുത്തുறது ரொம்ப മുഖ്യം, അത് உங்களுக்கு தெரியாதா? അപ്പോൾ ഒരു പ്രോഗ്രാമിൽ MGR പ്രിസൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ അന്നത്തെ AIDMKയുടെ പ്രോപ്പഗാൻഡ സെക്രട്ടറി ആയിരുന്നു ജയലളിത. അപ്പോൾ അതിൽ തുടക്കത്തിൽ വിളക്ക് കൊളുത്തുന്നത് ജയലളിത. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ നമ്മുടെ എഡിറ്റർ KN രാജു എന്ന് പറഞ്ഞിട്ട് എഡിറ്റർ, അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. പക്ഷേ വളരെ ഫാസ്റ്റാവുന്നതിൻ്റെ ഒരു പ്രശ്നം, ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയും ചെയ്യും. പുള്ളി വന്ന് ഈ വിളക്ക് കൊളുത്തുന്നതല്ല, എല്ലാ പ്രോഗ്രാം വിളക്ക് കൊളുത്തും, അതൊക്കെ വെട്ടിയെടുത്ത് ബിന്നിലേക്ക് ഇട്ടു, മറ്റു പ്രോഗ്രാമൊക്കെ ഇട്ടു. അപ്പോൾ വിളിക്കുന്നതാണ് അദ്ദേഹം, ദൂരദർശൻ എന്ത് വിളക്ക് കൊളുത്തതാണ്, തമിഴ് സംസ്കാരം നിങ്ങൾ എടുത്തു കളഞ്ഞു എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ടു ബി ഫെയർ ടു ഹിം, അതിനുശേഷമാണ് ഈ സദൺ ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങേരെ കാണാൻ പോകുന്നു. എന്നെ കണ്ടോടനെ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് പറഞ്ഞു, തമ്പി സോറി, ഞാൻ എനിക്ക് ഉങ്ങ് தெரியாமல் ഏതോ சொல்லிட்டேன் ഫോണിൽ, സോറി, മനസ്സിൽ വെച്ചിരുന്നു. അത് തെറ്റിദ്ധരിക്കരുത്, അന്ന് ഞാൻ അത് അറിയാണ്ട് എന്തോ പറഞ്ഞു, ഡോണ്ട് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് എന്നാണ് പറഞ്ഞത്. അതേപോലെ ചില കോൺട്രവേഴ്ഷ്യൽ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഉദാഹരണത്തിന് പറയാം. ഐ ഇൻ്റർവ്യൂഡ്, ഇന്നിപ്പോൾ ആൾദൈവങ്ങൾ സജീവമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇത് പറയുന്നതിലൊരു പ്രസക്തിയുണ്ട്. സ്വാമി ചിന്മയാനന്ദ എന്ന് പറയുന്ന വളരെ ഒരു ഗ്രേറ്റ് ഓറേറ്ററായിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ദൂരദർശൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ട് ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ വിളിച്ച് യു മസ്റ്റ് ഇൻ്റർവ്യൂ ഹിം. ഇറ്റ്സ് എ വെരി പ്രസ്റ്റീജിയസ് ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു ചെറിയൊരു കുട്ടി അങ്ങേരുടെ മടിയിലിരിപ്പുണ്ട്. ആ കുട്ടിക്കാണെങ്കിൽ വളരെ തിന്നാണ്, അധികം ഒരു തിൻ ചൈൽഡ് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ചൈൽഡ്, പക്ഷേ അധികം തടിയില്ലാത്തൊരു കുട്ടി. അപ്പോൾ ചിന്മയാനന്ദ കുട്ടിയോട് പറയാണ്, ബട്ട് വൈ ആർ യു ലുക്കിംഗ് ലൈക്ക് ദറ്റ് പുവർ ജീസസ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്? Doesn't your mother give you Bonvita or Horlicks? You should look like Hanumanji. You know Hanumanji? You should not look like that poor Jesus Christ. You must look like Hanumanji. ഇതാണ് ഈ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹം. അപ്പോൾ എനിക്ക് ആ നിമിഷത്തിൽ ഇദ്ദേഹത്തിനോടുള്ള ആദരവും അതൊക്കെ ആ നിമിഷത്തിൽ തകർന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങേരെ എന്ത് ഇൻ്റർവ്യൂ ചെയ്യാനാണെന്ന് പോലും തോന്നി തുടങ്ങി. പിറ്റേ ദിവസം ദൂരദർശൻ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോഴും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസ്റ്റിൽ പ്രവർത്തിക്കുന്ന നിഷാത്ത് അഹമ്മദ്, അവിടുത്തെ TV സ്ട്രീമിൻ്റെ ഹെഡാണ്, അന്ന് ന്യൂസ് പ്രൊഡ്യൂസർ.
അപ്പം ഞാൻ നിഷാദിനോട് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിനോട് ചില അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലൈവ് ടെലികാസ്റ്റാണ്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡൽഹി, ബോംബെ, കാൽക്കട്ട, മദ്രാസൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ലൈവ് ടെലികാസ്റ്റാണ്. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാൽ ഡോണ്ട് സ്വിച്ച് ഓഫ് ദി ക്യാമറ. ശരി എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ തുടങ്ങുന്നു. ആദ്യം ഞാൻ ഇൻ്റർവ്യൂവിൽ നല്ല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഭഗവത്ഗീതയെ പറ്റി, ഹിന്ദു ഫിലോസഫിയെ പറ്റി, താങ്കളുടെ യുവർ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്, ഓൺ പീപ്പിൾ, ഓൺ സ്പിരിച്വാലിറ്റി, അതൊക്കെ പുള്ളിയെല്ലാം നല്ല സദ്ഭാവന എന്നുള്ള രീതിയിലെല്ലാം പറയാം. ഓൾ റിലിജൻസ് ആർ ഈക്വൽ, ഇറ്റ്സ് ഓൾ ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് മാൻ കൈൻഡ്. അവസാനമായപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ട് സ്വാമിജി, യു ആർ സേയിങ് ഓൾ ദിസ്, ബട്ട് യെസ്റ്റർഡേ വെൻ ഐ കെയിം ടു സീ യു, ദിസ് ഇസ് വാട്ട് ഐ സോ. You had a child in your lap and you were telling that child, why are you looking like this poor Jesus Christ on the cross? Doesn't your mother give you Bonvita or Horlicks? You should look like Hanumanji. Don't you know Hanumanji? അതായത് ഈ ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് നമ്മൾ അതിനെപ്പറ്റി നമുക്ക് വളരെ നേരിട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ബട്ട് ദിസ് ഹാസ് ബീൻ ദ പ്രാക്ടീസ് ഓഫ് ഗോഡ് മെൻ, I am afraid to say, from those times. However brilliant they individually are, however well endowed intellectually they are, this is their stock in trade. ഇത് ചോദിച്ചോടുകൂടി ഈ സ്വാമിമാർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അവരോട് ഈ ആത്മീയ പ്രശ്നങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കുക എന്നല്ലാതെ അവരുടെ ബേസിക് ഫിലോസഫി ക്വസ്റ്റ്യൻ ചെയ്താൽ അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് ദേഷ്യം പറയുന്നതല്ലാതെ അവരുടെ എല്ലാ തത്വമൊക്കെ ഓൾ ദാറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ വിൻഡോ. ദേ ഗെറ്റ് വെരി ഇംപേഷ്യൻറ്റ്. ഇങ്ങേരി ചേർമെങ്കിൽ അടിച്ചിട്ട് എണീറ്റ് അങ്ങ് നടന്നുപോയി. ഈ ലേപ്പൽ മൈക്ക് ഫിക്സ് ചെയ്തെന്ന് മറന്നിട്ടു അത് സ്റ്റംബിൾ ചെയ്ത് വീഴാനൊക്കെ പോയി. ആകെ ഒരു ദാറ്റ് ഹോൾ തിങ്, മച്ച് ഓഫ് ഇറ്റ് വെൻറ്റ് ലൈഫ്. അന്ന് ഈ സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ടെലിഗ്രാമാണ്. ഒരുപാട് ടെലിഗ്രാംസ് വന്നു ഡയറക്ടർ ജനറലിലേക്ക്. ഇങ്ങനെ ആരാണ് ഈ ഒരാൾ, സ്വാമി ചിന്മയാനന്ദയെ പറ്റി ഒരാളെ പറ്റി നിങ്ങൾ ഈ ഒരു ദിസ് പിപ്പ് സ്ക്വീക്ക്, ഹൂ ഈസ് ഈ ടു ക്വസ്റ്റ്യൻ സ്വാമി ചിന്മയാനന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് ടെലിഗ്രാംസ് വരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഈസ്, ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെപ്പോലെ ഹൂ ആർ അഡ്മയറേഴ്സ് ഓഫ് ചിന്മയാനന്ദ suddenly realized, it was a reality check, they realized what he really was. Counter telegrams went saying, this is one of the best interviews Doordarshan has done, you should do more such interviews which expose the real people behind what they pretend to be. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ദൂരദർശൻ ഒരു ചമ്മലായിരുന്നു എന്നെ പുറത്താക്കാൻ. അതുകൊണ്ട് ജോലി പുറത്തായില്ല. പിന്നെ I continue to work in Doordarshan. Only the spiritual truth is, shut up and get out. I'm not insulting you. Shut up in your mind, not in your mouth. So then, all that I can tell you is, shut up and get out. ദൂരദർശനിൽ ന്യൂസ് വായിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അപ്പം ഞാൻ എഴുതാറുണ്ട്. ഐ യൂസ് ടു റൈറ്റ് ക്വൈറ്റ് എ ലോട്ട് ഇൻ ഇംഗ്ലീഷ്. ഒരു ദിവസം ദ ഹിന്ദുവിൻ്റെ അന്നത്തെ എഡിറ്റർ ജി കസ്തൂരി, ഒരു ഫേമസ് പേഴ്സൺ, എന്നെ വിളിച്ച് പറയുന്നു, നിങ്ങൾ എഴുതൊക്കെ ഞാൻ വായിക്കാറുണ്ട്, സിനിമയെ പറ്റി എഴുതുന്നുള്ളൂ, രാഷ്ട്രീയത്തെ പറ്റി എഴുതിക്കൂടെ, ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റി എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാൻ വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ അതിൽ ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, ബട്ട് ഐ ലൈക്ക് ടു റൈറ്റ്. I got to know SASHIKUMAR when he was a film critic for the Hindu. He was writing very well, and we noticed this. He was fair, but he was also bold and forthright. Because very often in daily newspapers, film criticism gets very insipid, because you don't want to offend the film producers who advertise and so on. So SASHIKUMAR was a free spirit, an independent voice. And he wrote very well, so which caught our attention. And particularly it caught the attention of my uncle, G. Kasturi, who was then editor of the Hindu, very long-standing editor. And then he said, this chap writes very well, and we met him. Because he was a freelancer, but writing regularly. Straight away he tells me, why don't you think of becoming the West Asia correspondent, അതായത് മിഡിൽ ഈസ്റ്റ് correspondent of the Hindu. ഞങ്ങൾക്ക് അവിടെ ഒരു ബ്യൂറോ തുടങ്ങാൻ, അന്ന് ബ്യൂറോ ഇല്ല അവർക്ക്, തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട്. വുഡ് യു ലൈക്ക് ടു think about it? I said, okay, I can think about it. അങ്ങനെ പുള്ളി he sends me on a tour to West Asia.
മിഡിൽ ഈസ്റ്റ്. ഞാൻ അപ്പോൾ ഇറാൻ, ഇറാഖ്, ലെബനൻ, അങ്ങനെ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ, ദുബായ്, ബഹ്റൈൻ, അങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ബ്യൂറോയിന് പറ്റിയ സ്ഥലം ബഹ്റൈനാണെന്ന് ഞാൻ അന്ന് പറയുന്നു. കാരണം അന്ന് ബഹ്റൈനാണ് മോർ ഡെവലപ്ഡ്, ഒരു ലിസ്ണിംഗ് പോസ്റ്റായിട്ട്, ഗുഡ് ഡെവലപ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്. പിന്നെ ഇറാൻ ഇറാഖ് വാർ നടക്കുന്ന കാലഘട്ടമാണ് 1980s, ഏർലി 1980s. അപ്പോൾ അതിന് ഗുഡ് ലിസ്ണിംഗ് പോസ്റ്റാണ്. ബഹ്റൈനിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇറാനിലേക്കും ഇറാഖിലേക്കും പോകാൻ പറ്റും. ബഹ്റൈനിൽ ചെന്നതിന് ശേഷം അവിടെ എനിക്ക് വേറൊരു അവസരം കിട്ടുന്നു. അതായത് പക്ഷേ ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ കോറസ്പോണ്ടൻ്റ് എല്ലാ ദിവസവും റിപ്പോർട്ട്സ് അയക്കണം, ഇറാഖിലേക്കൊക്കെ യാത്ര ചെയ്യണം, ലെബനൻ വരെയും ഈജിപ്റ്റ് വരെയൊക്കെ യാത്ര ചെയ്തിട്ട് ഐ മസ്റ്റ് സെൻഡ് ന്യൂസ്, അത് ചെയ്യാറുണ്ട്. പക്ഷേ യാത്ര ചെയ്യാത്ത സമയങ്ങളിൽ അവിടെ ബഹ്റൈൻ റേഡിയോയിൽ ഞാൻ ന്യൂസ് അവതരിപ്പിക്കുന്നത്. മോർണിംഗ് പീക്ക് അവർ ട്രാഫിക് ടൈമിലാണ് അവരുടെ ന്യൂസ് ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കുന്നത്, 8 to 9 o'clock അല്ലെങ്കിൽ 9 to 9:30. അപ്പോൾ അന്ന് അവിടെ ബഹ്റൈൻ റേഡിയോൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അഹമ്മദ് സുലൈമാൻ എന്നൊരു പാലസ്തീനിയനാണ്. അതുവരെയും ബഹ്റൈൻ റേഡിയോയിൽ ബ്രിട്ടീഷേഴ്സ് മാത്രമേ ന്യൂസ് വായിക്കാറുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഒരു പാലസ്തീനിയൻ ആയതുകൊണ്ടും ആ ഒരു രീതി മാറ്റണം എന്നുള്ളൊരു ഒരു നിർബന്ധമുള്ളതുകൊണ്ടും ഞാനൊരു കോക്ടെയിൽ, ഈ എംബസി കോക്ടെയിലിട്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ he asks me whether I will consider reading news on Radio Bahrain. അങ്ങനെയാണ് റേഡിയോ ബഹ്റൈനിൽ ന്യൂസ് പ്രസൻറ്ററായിട്ട്, ഫസ്റ്റ് നോൺ ബ്രിട്ടീഷ് ന്യൂസ് പ്രസൻറ്റർ ഓൺ റേഡിയോ ബഹ്റൈൻ. ഞാൻ ബഹ്റൈനിലുള്ള ദിവസങ്ങളിൽ എല്ലാ രാവിലെയും ഞാൻ വായിക്കാറുണ്ട്. മോർണിംഗ് ടൈം 8:30 to 9 രണ്ട് ബുള്ളറ്റിൻസ് വായിക്കാറുണ്ട്. അങ്ങനെ റേഡിയോയിലും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ആയിരത്തി 1986 ഞാൻ ബഹ്റൈനിൽ ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ബ്യൂറോയിൻ്റെ ചീഫായി പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ധീരുഭായ് അംബാനിയുടെ മുദ്ര കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻസ് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ്, പ്രൊഡക്ഷനൊക്കെയുള്ളൊരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ AG കൃഷ്ണമൂർത്തി എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങോട്ട് വരണം, ഞങ്ങളുടെ കൂടെ ഒരു പുതിയ സംരംഭം, വാർത്തകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസൊക്കെ ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനൊരു പ്ലാനുണ്ട്, അത് വന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഇന്ത്യയിലെ ടെലിവിഷൻ്റെ ഒരു രംഗം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, തീവ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ട് ഹിന്ദുവിനോട് വിട പറഞ്ഞ് ബോംബെയിലേക്ക് വരുന്നു. എന്നിട്ട് മുദ്ര കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു പുതിയ കമ്പനി ആയിട്ട്, മുദ്ര വീഡിയോടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. അത് ഫ്രം സ്ക്രാച്ച് വി ഹാഡ് ടു ബിൽഡ് ഇറ്റ് അപ്പ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് വാർത്തയിലേക്ക് ഇവർക്ക് കടക്കാൻ ഒരു മടി പോലെ തോന്നി. കാരണം ഒരു ബിസിനസ് സ്ഥാപനമായതുകൊണ്ട് വാർത്തയിൽ കിടക്കുമ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കാം. എന്നാൽ ഞാനെന്നാൽ വിട്ടുപോയി വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വെച്ചാൽ വിടുമില്ല. എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്നാൽ ഒരു കാറും ഒരു ഡ്രൈവറും കൂടി തരാം എന്നുള്ള രീതിയിൽ ദേ വർ ലുക്കിംഗ് ആഫ്റ്റർ മീ വെരി വെൽ, ഐ മസ്റ്റ് സേ ദാറ്റ്. അവസാനം ഗതി കെട്ടിട്ട് ഇവർ അനിൽ അംബാനി ആയിരുന്നു എൻ്റെ ഡയറക്റ്റ് ബോസ് എന്ന് പറയാവുന്നത് ആ കാലഘട്ടത്തിൽ. കൃഷ്ണമൂർത്തിയും അനിൽ അംബാനിയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവരേതോ കല്യാണത്തിന് എവിടെ പോയപ്പോൾ ഞാൻ കുടുംബസഹിതം ബോംബെ വിട്ട് ഡൽഹിയിലേക്ക് പോയി എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ടെലിഗ്രാം അയച്ചു, ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ്. അത് ഒരു സൗഹൃദ, ഐ മീൻ there was no enmity. I had to leave like that because otherwise they would not let me go. The era of the Soviet Union as a superpower ended with the reunification of the two Germanys. The group of Soviet armed forces in Germany was the largest permanent army ever stationed by an occupation force abroad. The logistics needed to get them back home were just as vast. PTI അല്ലെങ്കിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലത്തെ പ്രീമിയർ ന്യൂസ് ഏജൻസി, അതിൻ്റെ ജനറൽ മാനേജറായിരുന്ന ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ച് ഞാൻ ബോംബെയിലുള്ളപ്പോൾ അവർക്കൊരു ടെലിവിഷൻ സംരംഭം PTIയുടെ ഭാഗമായിട്ട് തുടങ്ങണം, അത് ഞാൻ ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി വിളിച്ചു. അപ്പോൾ എനിക്കും വാർത്തകളിലേക്ക് കിടക്കാനുള്ള താല്പര്യം കൊണ്ട് ഡൽഹിയിലേക്ക് മാറുന്നു. അങ്ങനെ 4-5-6 കൊല്ലത്തോളം ഞാൻ ഡൽഹിയിൽ കഴിയുന്നു. അവിടെയാണ് എൻ്റെ സൗഹാർദ്ദങ്ങളൊക്കെ വളരെ വികസിക്കുന്നത്. PTI TV എന്ന് പറയുന്ന അന്നത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ബാനറായിട്ട് മാറി. ദൂരദർശനിൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ പറ്റിയുള്ള ഏത് ഡോക്യുമെൻ്ററി ഞങ്ങളാണ് ചെയ്തത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെപ്പറ്റി, പെരിസ്ട്രോയ്ക്ക ആൻഡ് ഗ്ലാസ്നസ് പറഞ്ഞൊരു 3 ഭാഗത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ അവിടെ പോയിട്ട് മോസ്കോയിലും പീറ്റേഴ്സ്ബർഗിലും സൈബീരിയയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നടന്ന യുദ്ധം, വാർ, ടൈഗേഴ്സും
മറ്റേ ഗവൺമെൻറ്റുമായിട്ടുള്ള യുദ്ധം. അതിനെപ്പറ്റി ഞാൻ 4-5 പ്രാവശ്യം പോയിട്ട് ഒരുപാട് ഡോക്യുമെൻ്ററീസ് സെവറൽ പാർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും സോവിയറ്റ് യൂണിയൻ്റെ വിഡ്രോവലിനെ പറ്റിയുള്ള ഡോക്യുഫീച്ചർ, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഇൻ്റർനാഷണൽ ഒരു 5-10 നേഷൻസ് കവർ ചെയ്യുന്ന ഒരു ഡിസാർമമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഡോക്യുമെൻ്ററി 4 പാർട്ടായിട്ട് ചെയ്തു. ഇതൊക്കെ വലിയ ബാനേഴ്സായിട്ട് മാറി. ദൂരദർശനിൽ അന്ന് ഇൻ്റർനാഷണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ PTI TV തന്നെയായിട്ട് മാറി. അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ചാനൽസ് ഉണ്ട് ടെലിവിഷനിൽ, അന്നൊന്നുമില്ല. ആദ്യത്തെ ഫൈനാൻഷ്യൽ റെഗുലർ പ്രോഗ്രാം തുടങ്ങുന്നത് PTI TV ആണ്, ദൂരദർശൻ മണി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും. There are many more questions that need to be answered or explored at least in depth, which we will do as soon as the news bulletins are over. We'll be back with you hopefully after that, and we also hope to get a live or a recorded interview with the finance minister. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് തന്നെ മാറി. മണി മാറ്റേഴ്സ്, സെയിം ടൈം സെയിം ഡേ നെക്സ്റ്റ് വീക്ക് എന്നുള്ള സൈൻ ഓഫ്. അതേപോലെ തന്നെ നമ്മൾ താനാ ബാന എന്ന് പറഞ്ഞ കൾച്ചറൽ പ്രോഗ്രാം. അപ്പോൾ ഇതിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളും ഇടപെട്ടിരുന്നു. ഇപ്പോൾ KP കുമാരനൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് താനാ ബാനയ്ക്ക്. അങ്ങനെ രവീന്ദ്രൻ, എൻ്റെ കേരളം ചെയ്ത രവീന്ദ്രൻ, ചിന്താ രവി നമ്മൾ വിളിക്കുന്ന രവിയേട്ടൻ, അങ്ങനെ എൻ്റെ സുഹൃത്ത് വലയം ഒരുപാട് വികസിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ 5-6 കൊല്ലങ്ങൾ. ശശിയായിട്ട് എൻ്റെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരേ താല്പര്യമുള്ള കലകളിലും അത്തരം ചിന്താപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും ഒക്കെയുള്ള താല്പര്യമാണ് ഞങ്ങളെയൊക്കെ ആ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം പുറകിൽ നിൽക്കുന്ന 2 ഫിഗേഴ്സുണ്ട്. അവിടുന്നാണ് വാസ്തവത്തിൽ ശശിയും ഞാനും ഒക്കെ അടക്കമുള്ളവരുടെ ഒത്തിരി പേരുടെ ഉത്ഭവം എന്ന് വേണേൽ പറയാവുന്നത്. ഒന്ന് M. ഗോവിന്ദൻ, രണ്ടാമത്തെ ആൾ അരവിന്ദൻ, ഫിലിം മേക്കർ, മരിച്ചു, G. അരവിന്ദൻ. അവിടുന്ന് വന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡൽഹിയിൽ ഞങ്ങൾ ശശി ഞാനൊക്കെ ഇടയ്ക്ക് ഫിലിം ഫെസ്റ്റിവലുകൾ കണ്ടുകൊണ്ടിരുന്നത്. ശശി എന്ന് ചെന്നൈയിൽ, ഞാൻ ഡൽഹിയിൽ. പിന്നീടാണ് ശശി PTIയിൽ വരുന്നതും ഞാൻ PTIയിൽ ഒരു പബ്ലിക്കേഷൻസ് ഡിവിഷൻ്റെ ഇതായിട്ട് അവിടെ ചേരുന്നതും. PTI TVക്ക് വേണ്ടിയിട്ട് ശശി എന്ന് PTI TVയുടെ ഹെഡായിരുന്നു. PTI TVക്ക് വേണ്ടിയിട്ട് പിന്നെ കൈരളി വിലാസം ലോഡ്ജ് എന്നും പറഞ്ഞ് ദൂരദർശൻ്റെ ഒരു സീരിയൽ ചെയ്തിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ അന്ന് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് PTI TVക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രോഗ്രാം ചെയ്തതും ഏഷ്യാനെറ്റ് എന്നൊരു സങ്കല്പം PTIക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ രൂപീകരിച്ചെടുക്കുന്നത്. പലരും എന്നോട് ആദ്യകാലത്ത് ചോദിക്കാറുണ്ട്, ഇതിനാ ഏഷ്യാനെറ്റ് എന്ന് പേര് വെച്ചതെന്ന്. ഇതാണ് കാരണം ഇത് ഉദ്ദേശിച്ചത് കേരളത്തിനായിരുന്നില്ല ആദ്യം. ഇത് ഉദ്ദേശിച്ചത് PTI, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് തന്നെയായിരുന്നു. അവിടെ ആദ്യമൊക്കെ ഉത്സാഹം ഉണ്ടായിരുന്നെങ്കിലും ബോർഡിൽ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തെങ്കിലും ഞാൻ ഒരുപാട് പ്രസൻറ്റേഷൻസ് നടത്തിയെങ്കിലും അതിങ്ങനെ നീണ്ടു പോകുന്നു. PTIയുടെ അന്നത്തെ ഡയറക്ടറായിരുന്ന മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പ്രോത്സാഹിപ്പിച്ചു. പുള്ളി തന്നെ പറഞ്ഞു, ഇതിവിടെ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല, ശശി തന്നെ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു ത്രാണിയോ അതിനുള്ള റിസോഴ്സസോ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഏഷ്യാനെറ്റ് എന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ശശി ആലോചനകൾ തുടങ്ങുന്നു. ഇത് പ്രസ് ക്ലബ്ബിൽ, ഡൽഹിയിലെ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് ആണ് അവിടെ വെച്ചുള്ള ചില ചർച്ചകളിൽ നിന്നാണ് ഇത് വന്നതെന്ന് അറിയാം. സക്രിയയും ഗോപനും ശശിയും ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു ഈ ഡോക്യുമെൻ്ററി ചെയ്യാൻ വേണ്ടി 1991-92 ആ പീരീഡ്സിൽ, അതിൻ്റെ ബിഗിനിങ് പീരീഡിൽ. ഏഷ്യാനെറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഒട്ടാകെ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഏഷ്യ ഒട്ടാകെ ഉള്ള ഒരു ശൃംഖല പോലെയാണ്, ഒരു സംരംഭം പോലെയായിരുന്നു. അതിനുള്ള റിസോഴ്സസ് കൈവശം അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കോൺടാക്ട്സ് ആ കാലത്തില്ലാത്തതുകൊണ്ടും ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ ഒരുപാട് പേരെ കണ്ടു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വിവേക് ഗോയൻക്കായിട്ട് ഞാൻ ചർച്ച ചെയ്തു. ആദ്യം കുറച്ച് അതിനെപ്പറ്റി ചർച്ചയൊക്കെ നടന്നു, പക്ഷെ അത് നടന്നില്ല. പിന്നെ മനോരമയിലെ മിസ്റ്റർ KM മാത്യു, അന്ന് ചീഫ് എഡിറ്ററായിരുന്ന KM മാത്യു, അദ്ദേഹത്തിനെ കണ്ടു. അവരായിട്ട് ചർച്ചകൾ നടത്തി.
പക്ഷേ അവരും അതിന് അത്ര ദേ വർ ഓൾസോ നോട്ട് വറീഡ് അബൌട്ട്. കാരണം ഇതൊരു പുതിയ ഐഡിയ ആയിരുന്നു. എല്ലാവർക്കും ഇത് പത്രപ്രവർത്തനത്തിൽ നിന്ന് മാറി ഒരു പുതിയ ഒരു ഏരിയയിലേക്ക് കടക്കുക എന്നുള്ളതിൻ്റെ ഒരു ആപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ആലോചിച്ചപ്പോൾ കേരള ഗവൺമെൻറ്റിനെ സമീപിച്ചു. അന്ന് കെ കരുണാകരനായിരുന്നു ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിനോട് പോയി ഞാൻ ഈ പ്ലാൻ പറഞ്ഞു. കെ കരുണാകരൻ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഏഷ്യാനെറ്റ് എന്നുള്ളൊരു സങ്കല്പം കേരളത്തിൽ പ്രായോഗികമാക്കാൻ ഉള്ളൊരു ധൈര്യം വന്നത്. ടെഡ് ടേണർ അറ്റ്ലാന്റയിൽ ചെയ്ത രീതിയിൽ ഇതിവിടെ പ്രായോഗികമാക്കാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ബോത്ത് സാറ്റലൈറ്റ് ആൻഡ് കേബിൾ, കേരളം മുഴുവനും ഒരു കേബിൾ ശൃംഖല മുഖാന്തരം കണക്ട് ചെയ്യുക. സാറ്റലൈറ്റിൽ നമ്മുടെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെക്നോളജി മുഖാന്തരം സിഗ്നൽസ് ഈ ശൃംഖലയിൽ കൂടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ആ ശൃംഖലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡായിട്ടുള്ള കരാർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കേബിൾ എന്ന് പറയുന്ന വേറൊരു കമ്പനി രൂപീകരിക്കുന്നതും ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ മദർ കമ്പനിയാണ് സാറ്റലൈറ്റും അതിൻ്റെ ട്രാൻസ്മിഷനും വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ശരിയായെങ്കിലും നമുക്ക് ട്രാൻസ്പോണ്ടർ വേണം, അപ്ലിങ്ക് വേണം. അപ്പോഴാണ് എൻ്റെ അമ്മാവൻ ഡോക്ടർ രാജീവ് മേനൻ മോസ്കോയിലൊരു ട്രേഡറായിരുന്നു. അദ്ദേഹം മോസ്കോ ബിസിനസ്സിലായിരുന്നു. നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടി അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ സാറ്റലൈറ്റ് ആൻഡ് സ്പേസ് ടെക്നോളജി, അതിലൊരുപാട് ട്രാൻസ്പോണ്ടേഴ്സ് വർ അവൈലബിൾ ഫോർ പ്രൈവറ്റ് പ്ലെയേഴ്സ് ഫോർ കമേഴ്ഷ്യൽ ലീസിങ് ഔട്ട്. അങ്ങനെയാണ് എക്രാൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോണ്ടർ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്രാൻ എന്ന് പറയുന്നത് ട്രാൻസ്പോണ്ടർ വളരെ വ്യത്യാസമുള്ള ട്രാൻസ്പോണ്ടർ. കാരണം അത് ഒരു ഇൻറ്റൽസാറ്റ് പോലെ ട്രാൻസ്പോണ്ടർ അല്ല, സി ബാൻഡ് ട്രാൻസ്പോണ്ടർ അല്ല. അത് ഇന്ന് നമ്മളെ ഡയറക്റ്റ് ടു ഹോം എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഒരു പ്രിക്കേഴ്സറായിരുന്നു ആ കാലത്ത്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഐഡിയ ആയിരുന്നു. ഒരു ഹെലിക്കൽ ആൻറ്റന, ഇങ്ങനെ ഒരു ഹെലിക്കൽ ആൻറ്റന മുഖാന്തരം നമ്മുടെ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ജനലിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ക്യാപ്ചർ ദ സിഗ്നൽസ്. അപ്പോൾ അതിൻ്റെ സാറ്റലൈറ്റ് ട്രാൻസ്പോണ്ടർ വാസ് ഇൻ ദി ഓർബിറ്റ്. അപ്പോൾ അതിലാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് സംപ്രേഷണം. സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ ഉദ്ഘാടനം കരുണാകരൻ കേരളത്തിൽ നടത്തുമ്പോൾ ഈ എക്രാൻ ട്രാൻസ്പോണ്ടറിലാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. 1993 ഓഗസ്റ്റ് 30 ഏഷ്യാനെറ്റ് മലയാളം ചാനലിന്റെ ഉദ്ഘാടനമാണിന്ന്. ഏഷ്യാനെറ്റ് പദ്ധതിയെ ഉള്ളഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച പ്രമുഖ വ്യക്തിയുമായ കേരള മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ. നമ്മുടെ മാതൃഭാഷ ലോകത്തെ എമ്പാടും എത്തിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഏഷ്യാനെറ്റിനെ കാണുന്നത്. I stand here with pride tempered with humility on the occasion of the launch of the Asianet satellite channel, distributed for the first time in the country on a statewide cabling scheme. Dr. Shankar Dayal Sharma, I am very happy to learn that as Asianet Satellite Communications Limited, Thiruvananthapuram, is launching India's first satellite beam and cable distributed regional language channel in Malayalam on August 3rd. ചാനൽ ആരംഭിക്കുന്ന സമയം കൃത്യം 7 മണി. മുഖ്യമന്ത്രി ശ്രീ കരുണാകരൻ TV മോണിറ്ററിന്റെ സ്വിച്ച് അമർത്തി സംപ്രേഷണത്തിന് തുടക്കം കുറിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്രാൻ ട്രാൻസ്പോണ്ടറിൻ്റെ നമ്മൾ ഹെലിക്കൽ ആൻറ്റന എന്ന് പറയുന്നതിനെ പറ്റി വലിയൊരു പബ്ലിസിറ്റിയും ഒരുപാട് ആൾക്കാർ കേരളത്തിൽ സ്മോൾ ട്രേഡേഴ്സ് ചിലർ വലിയ തോതിൽ തന്നെ ഈ ഹെലിക്കൽ ആൻറ്റന മാനുഫാക്ചർ ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു ഹെലിക്കൽ ആൻറ്റനയുടെ ഒരു റെവല്യൂഷനായിട്ട് മാറുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആയിരുന്നു വന്നത്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാവുന്നത് ചില സിഗ്നൽ ചില ദിവസങ്ങളിൽ ശരിയാവുന്നില്ല, ചില മാറിക്കൊണ്ടിരിക്കുന്നു, ഒരു ഫിക്സ്ഡ് ഒരു സ്റ്റാൻഡേർഡൈസ് സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ട്രാൻസ്പോണ്ടറിൻ്റെ കാലാവധി കഴിഞ്ഞൊരു ട്രാൻസ്പോണ്ടറായിരുന്നു. അതിൻ്റെ ഓർബിറ്റിൽ നിന്ന് ഇറ്റ് വാസ് ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദി ഓർബിറ്റ്.
അപ്പോൾ it was another big shock for us in the very first few months of starting Asianet. അങ്ങനെയാണ് പിന്നെ desperately we started looking for other transponders. അങ്ങനെയാണ് നമ്മൾ പിന്നെ C-band ഒരു Intelsat ട്രാൻസ്പോണ്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഒരു തരത്തിലും ഒരു റിയാലിറ്റി ആകുന്നു. നമുക്ക് എവിടെയോ ഒരു സാറ്റലൈറ്റ് ഇരിക്കുന്നു, എവിടെയോ നമ്മളിവിടെ ഡൽഹിയിലൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇതിന് യാതൊരു വകുപ്പും നമ്മളൊന്നും കണ്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. പക്ഷേ അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ അത് അങ്ങ് ഒരു റിയാലിറ്റി ആയിട്ട് വരിക ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിംപ്ലി പല വ്യക്തികളും പല ഇതെല്ലാം ഫാക്ട്സും ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടെ ചേർന്നിട്ട് അതൊരു റിയാലിറ്റി ആയി മാറി എന്നുള്ളതാണ്. ഏഷ്യാനെറ്റിൻ്റെ ലോഗോ, അതായത് ഈ സ്ലാന്റഡ് ലൈൻസ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസ്, ആ ലോഗോ സൃഷ്ടിക്കുന്നത് സുജാത കേശവൻ, വളരെ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ് ഇപ്പോഴും. അന്ന് കൂടുതലും ഗ്രാഫിക്സ് വർക്കാണ് ചെയ്യുന്നത്, ഇപ്പോൾ അവർ ടെക്സ്റ്റൈൽ എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ അതിൻ്റെ സിഗ്നേച്ചർ ട്യൂൺ, അതിലൊരു ചെറിയൊരു കഥയുണ്ട്. അത് സ്കോർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം AR റഹ്മാനാണ്. അതിൻ്റെ ലിറിക്സ് എഴുതിയത് P. ഭാസ്കരൻ മാസ്റ്ററാണ്. അപ്പോൾ റഹ്മാനെ നമുക്ക് സമീപിക്കാൻ പറ്റുന്നത് ഐസക്കിൻ്റെ ഫ്രണ്ടായിരുന്നു AR റഹ്മാൻ, നമ്മുടെ ഐസക് തോമസ് കോട്ടുകാപ്പള്ളിയുടെ. ഐസക് റഹ്മാനോട് ചോദിക്കുന്നു, അദ്ദേഹം ഉടനെ സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു, ഞാനൊരു ട്യൂൺ സെറ്റ് ചെയ്ത് തരാം, അതിന് നിങ്ങൾ ആരെ കൊണ്ട് എഴുതിച്ചാൽ മതി അതിൻ്റെ ലിറിക്സ് എന്ന്. അപ്പോൾ അത് ഭാസ്കർ മാസ്റ്ററോട് വന്നപ്പോൾ ഭാസ്കർ മാഷ്ക്ക് ദേഷ്യം. ഞാൻ പറഞ്ഞു, ആരുടെയും ട്യൂണൊന്നും എനിക്കൊന്നും എഴുതാൻ പറ്റില്ല എന്നോ, ഞാൻ വേണമെങ്കിൽ എഴുതി തരാം, അതിന് അങ്ങേര് വേണമെങ്കിൽ ട്യൂൺ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് റഹ്മാനോട് വീണ്ടും അവതരിപ്പിച്ചു. അഫ്കോഴ്സ് റഹ്മാൻ നോസ് ഭാസ്കർ മാഷ്, കാരണം റഹ്മാൻ്റെ അച്ഛൻ ഭാസ്കർ മാഷ് ഒരുപാട് പാടങ്ങൾക്ക് സോങ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭാസ്കർ മാഷ് എഴുതുന്നു. ആദ്യം എഴുതിയത് വളരെ ഒരു സാൻസ്ക്രിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലതായിരുന്നു, പക്ഷേ ഇതും കൂടി ഒരു കടുപ്പമുള്ള ഭാഷയിലാണ് എഴുതിയത്. അത് ഞങ്ങൾ വീണ്ടും ചെന്ന് മാറ്റിയെന്ന് വന്നപ്പോൾ ഉടനെ അത് കീറിക്കളഞ്ഞ് 15 മിനിറ്റ് കൊണ്ട് എഴുതിയതാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. ദാറ്റ് ഈസ്, ഐ തിങ്ക്, കണ്ടിന്യൂസ് ടു ബി ദ സിഗ്നേച്ചർ ട്യൂൺ, വെരി signature tune of Asianet. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നമുക്കിത് ഈ ലിറിക്സ് ഇത് വളരെ ഒരു എന്താ വേണ്ട സംസ്കൃതവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലിറിക്സ് പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അല്പം നമുക്ക് മാഷിനോട് ഇത് വല്ലതും പറയാനോ വല്ലതും പറ്റുമോ, ഞാൻ ഓർത്തത് അത്ര വലിയൊരു ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ലിറിക്സ് ഒന്നും അല്ലല്ലോ എന്ന് കരുതി. പക്ഷേ അതിനകത്തെ മ്യൂസിക്കിൻ്റെ അത് AR റഹ്മാൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സംഭവം അതങ്ങോട്ട് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അത് ആർജിച്ചത്. അപ്പോൾ അത് അന്ന് എന്നെ ഭാസ്കർ മാഷ ഒന്ന് തിരുത്തുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ നമ്മുടെ അറിവില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഞാനൊരു ഇത് എഴുതിയപ്പോഴേ സംപ്രേക്ഷണം എന്ന് എഴുതി വെച്ചു. അപ്പം മാഷ പറഞ്ഞു, സക്കറിയ സംപ്രേക്ഷണമല്ല സംപ്രേഷണമാണ് എന്ന്. വെറും ഷ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ദിക്ഷയാണെന്ന് എഴുതി ചെയ്തു. റഷ്യയിൽ എക്രാൻ ട്രാൻസ്പോണ്ടർ ഉള്ളപ്പോൾ നമ്മൾ ഡുബന എന്ന് പറയുന്ന ഒരു എർത്ത് സ്റ്റേഷൻ, മോസ്കോയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ ദൂരെയുള്ളൊരു എർത്ത് സ്റ്റേഷനിൽ നിന്നാണ് ഇതിൻ്റെ അപ്ലിങ്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അന്ന്, ഡിജിറ്റൽ ടെക്നോളജി ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടേപ്പ്, ഒരാഴ്ചയ്ക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ ടേപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എയറോഫ്ലോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിലോ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിലോ പൈലറ്റ്സിനെയോ അതിൽ ഉള്ള എയർ ഹോസ്റ്റസസിനെയോ അറ്റൻഡേഴ്സിനെയോ ഒക്കെ എന്താ പറയുക കൾട്ടിവേറ്റ് ചെയ്ത് അവർ മുഖാന്തരം ഈ ടേപ്സ് അങ്ങോട്ട് അയക്കുക. മോസ്കോയിൽ ഡോക്ടർ രാജീവ് മേനൻ്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും അത് പോയി കളക്ട് ചെയ്യുന്നു, അത് ഡുബന എന്ന് വന്ന അപ്ലിങ്ക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു, അവിടുന്ന് അപ്ലിങ്ക് ചെയ്യുന്നു. ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യ കാലത്ത് നമുക്ക് പ്രോഗ്രാംസ് മാത്രമേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഡുബനയിൽ നിന്ന് മോസ്കോയിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് വാർത്തകൾ ചെയ്യാനുള്ളൊരു സൗകര്യമില്ലായിരുന്നു, കാരണം വാർത്തകൾ ലൈവായിട്ട് വേണമല്ലോ. അപ്പോൾ ആ കുറച്ച് മാസങ്ങൾ പ്രോഗ്രാംസ് മാത്രമായിരുന്നു, എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ടെലിവിഷനിൽ കാണുന്ന മിക്കവാറും പ്രോഗ്രാംസിൻ്റെയും കാറ്റഗറീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ കാലഘട്ടത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഞങ്ങളിവിടെ ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പലരും, അത് പോൾ സക്കറിയ അല്ലെങ്കിൽ ഗോപകുമാർ, ഞാൻ, ഐസക് തോമസ് കോട്ടുകാപ്പള്ളി, അങ്ങനെ പലരും ഞങ്ങളിരുന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന ചില പ്രോഗ്രാംസിൻ്റെ കാറ്റഗറീസ്, ആ പ്രോഗ്രാംസൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പുളിയറക്കോണത്തിലെ സ്റ്റുഡിയോയിലും അല്ലെങ്കിൽ ചെന്നൈയിലും മറ്റ് ഔട്ട്ഡോർ പ്രോഗ്രാംസൊക്കെ ഇവിടെ പ്രസാദ് സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഹയർ ചെയ്തിട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം കൂടി
അങ്ങോട്ട് അയക്കുന്നത് ഈ ടേപ്സിൽ ഈ പറഞ്ഞ പോലെ. അന്ന് യൂമാറ്റിക് ബ്രോഡ്ബാൻഡ് ടേപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂമാറ്റിക്, അത് കഴിഞ്ഞിട്ട് ബെറ്റ ക്യാം, ഇങ്ങനെയാണല്ലോ ടെക്നോളജീസ് വന്നത്. പിന്നെയാണ് ഇപ്പോൾ ഡിജിറ്റൽ ടെക്നോളജി വരുന്നത്. പക്ഷേ ഈ എക്രാൻ ട്രാൻസ്പോണ്ടർ ഈ ഓർബിറ്റിൽ നിന്നും ഇങ്ങനെ മാറിയ സാഹചര്യത്തിലാണ് നമ്മൾ ഇൻറ്റൽസാറ്റിലേക്ക് മാറിയും. അതിൻ്റെ അപ്ലിങ്ക് സ്റ്റേഷൻ ഫിലിപ്പീൻസിലായിരുന്നു. ഫിലിപ്പീൻസിൽ സൂബിക് ബേ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ മിലിറ്ററി ബേസിലാണ് അതിൻ്റെ അപ്ലിങ്ക് സെൻറ്റർ ആയിരുന്നത്. അത് മണിലേന്നൊരു 1-2 മണിക്കൂർ ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ ചെറിയ ചാർട്ടേഡ് ഫ്ലൈറ്റ്സിലോ അങ്ങോട്ട് പോകണം. വീണ്ടും ഇത് തന്നെ, ഇവിടെ നമ്മൾ പ്രോഗ്രാംസ് ഉണ്ടാക്കുക, എന്നിട്ട് ഫിലിപ്പീൻസിലെ മനിലേക്ക് അയക്കുക, മനിലയിൽ നിന്ന് വീണ്ടും ഒരു ഫ്ലൈറ്റ് എടുത്ത് സൂബിക് ബേയിലേക്ക് പോവുക, അവിടുന്ന് അപ്ലിങ്ക് ചെയ്യുക. പക്ഷേ അവിടെ ഞാൻ തീരുമാനിച്ചു നമുക്ക് ഏതായാലും വാർത്ത വേണം. കാരണം ഐ എം എ ന്യൂസ് പേഴ്സൺ. നമുക്ക് ഈ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ കേരളം അല്ലെങ്കിൽ നേർക്ക് നേർ, അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ്, കോമഡി പ്രോഗ്രാംസ്, കോമിക്കോല, അങ്ങനെ പല പ്രോഗ്രാംസിൻ്റെ ടൈറ്റിൽസ് ഇപ്പോഴും അത് തന്നെയാണ്. അവിടെ ഞങ്ങൾ ഒരു ടീം അയക്കുന്നു. അവിടെ കുറച്ച് പേര് അവിടെ താമസിച്ച് അവർ തന്നെ ന്യൂസൊക്കെ ഇവിടുന്ന് ശേഖരിച്ച് നമ്മൾ ന്യൂസ് ടെലിപ്രിൻ്ററിൽ അങ്ങോട്ട് അയക്കുന്നു, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചു പറയുന്നു. അന്ന് മൊബൈൽ ഫോൺസ് വന്ന് തുടങ്ങുന്ന സാഹചര്യമാണ് നമ്മൾ ന്യൂസ് തുടങ്ങുമ്പോൾ. എന്നിട്ട് അവിടെ അതിലെ ചില ഫോട്ടോസൊക്കെ അവർ ആദ്യമേ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്ററുടെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് വാർത്ത പറയും. അല്ലെങ്കിൽ ഇവിടുന്ന് ചില സ്റ്റോക്ക് ഫുട്ടേജ്, ഇപ്പോൾ സ്റ്റാച്യു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലെ ഏരിയ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ്, അല്ലെങ്കിൽ കേരളത്തിലെ പല ഡിസ്ട്രിക്ട്സിലും ചില സ്റ്റോക്ക് ഫുട്ടേജ് എടുത്തയക്കുന്നു. അവിടുത്തെ വാർത്തകൾ വരുമ്പോൾ ആ ഫുട്ടേജ് കാണിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് തുടക്കം. അങ്ങനെയാണ് ഐ തിങ്ക് ദ ഫസ്റ്റ് റീജിയണൽ ലാംഗ്വേജ് സാറ്റലൈറ്റ് ലൈവ് ബീമിംഗ് ഓൺ ഇന്ത്യൻ ടെലിവിഷൻ മലയാളത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ചാനൽ തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിൽ ശശികുമാർ എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ന്യൂസ് തുടങ്ങാൻ പരിപാടിയുണ്ട്, ആ സമയത്ത് സഹായിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു. ഞാൻ ബാംഗ്ലൂരിലെ ഡെക്കൺ ഹെറൽഡിൽ നിന്ന് റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവുമെന്നും ആ സമയത്ത് തീർച്ചയായിട്ടും സഹായിക്കാമെന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങുന്ന ഘട്ടത്തിൽ കൺസൾട്ടൻ്റായിട്ട് അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ചത്. ഇന്ന് സജീവമായി പല ചാനൽസിലും പ്രവർത്തിക്കുന്നവർ ഹു ആർ ഓൾ ഹൗസ് ഹോൾഡ് നെയിംസ്. പ്രമോദ് ഉണ്ണികൃഷ്ണൻ, അല്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ, നീലൻ അടക്കം, രവീന്ദ്രൻ, പിന്നെ കുറച്ച് റാണി, അങ്ങനെ പലരും അവിടെ പോയി ന്യൂസ് വായിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സിംഗപ്പൂരിൽ തന്നെ ഒരു അപ്ലിങ്കിൻ്റെ ST ടെലിപ്പോർട്ട്, സിംഗപ്പൂർ ടെലിപ്പോർട്ടിൽ കിട്ടി. അങ്ങോട്ട് മാറി. പിന്നെ അവിടുന്നായി. പിന്നെ ഇന്ത്യയിൽ നിന്നും അപ്ലിങ്ക് പെർമിഷൻ വന്നപ്പോൾ ചെന്നൈയിലേക്ക് മാറി. അങ്ങനെയാണ് നമ്മുടെ ഒരു ഫേസ്ഡ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഓഫ് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത പോലും അതിലേക്ക് വരുന്നത്. പ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയുടെ ആദ്യ ലക്കമാണിത്. പത്തനംതിട്ട അഴൂർ നിന്ന് P. രാമചന്ദ്രൻ നായരുടെ കത്ത്. വെല്ലുവിളികളില്ലാത്തൊരു സമയം ഉണ്ടായിട്ടേ ഇല്ല. നമുക്കൊരു വെല്ലുവിളി കഴിഞ്ഞ് ഒരു ചെറിയ ആശ്വാസം വരുമ്പോഴേക്കും വീണ്ടും വേറൊരു വെല്ലുവിളി, അല്ലെങ്കിൽ വേറൊരു പ്രശ്നം. നമുക്കൊന്നാമത് ട്രാൻസ്പോണ്ടേഴ്സിന് ഇപ്പോൾ പൈസ കൊടുക്കണമെങ്കിൽ തന്നെ അന്ന് RBIയിൽ ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. നമ്മളാണ് ഇന്ന് ഗൈഡ് ലൈൻസ് നമുക്ക് വേണ്ടിയാണ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ പ്രത്യേകം പറയണം, VK മാധവൻകുട്ടി പോലെ ഒരാൾ ഡൽഹിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് പ്രണബ് മുഖർജി ആയിരുന്നു കോമേഴ്സ് മിനിസ്റ്റർ. അദ്ദേഹമായിട്ടൊക്കെ വളരെ ഹി വാസ് വെരി ക്ലോസ് ടു ഹിം. അങ്ങനെ പിന്നെ RBIയിൽ ഡോക്ടർ രംഗരാജനായിരുന്നു ഗവർണർ. അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പുതുമ, ദേ സോ ദി കട്ടിംഗ് എഡ്ജ്, ദ ഫ്രണ്ട് ലൈൻ നേച്ചർ ഓഫ് ആ വെഞ്ചർ ആൻഡ് ദേ വാണ്ടഡ് ടു സപ്പോർട്ട് ഇറ്റ് ഇൻ എവറി വിച്ച് വേ. അതുകൊണ്ടാണ് RBI ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നു. നമുക്ക് ട്രാൻസ്പോർട്ടറിന് പൈസ കൊടുക്കാൻ പറ്റുന്നു. പൈസ കൊടുക്കാൻ പൈസ ഉണ്ടാക്കണ്ടേ, അതിന് നമ്മൾ ബാങ്ക്സിനെ സമീപിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, നമ്മളൊരു ബാങ്ക് ചെയർമാനായിട്ട് ഒരു ബോർഡിലിരുന്നിട്ട് ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ ബാങ്ക് സാധാരണ ഒന്നിലോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വർണം അതിൻ്റെ മോർഗേജിലാണ്, അതിന് വി ഗിവ് ഇറ്റ് എഗെയിൻസ്റ്റ് ഷ്യൂറിറ്റി ഓഫ് പ്രോപ്പർട്ടി ഓർ ഗോൾഡ്. നിങ്ങൾ പറയുന്നു അവിടെ ഒരു ട്രാൻസ്പോണ്ടർ ഉണ്ടെന്ന്, അതിൽ നിന്നൊരു സിഗ്നൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അത് ഒരു ബിസിനസ് മോഡലാക്കി മാറ്റാമെന്നും അതിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂസ് വരുമെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന പൈസ തിരിച്ച് തരാൻ പറ്റുമെന്നും.
പക്ഷെ നിങ്ങൾ ഈ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ എന്താ പറ്റുക, ഞങ്ങൾക്ക് ഇവിടെ റോക്കറ്റ് എടുത്ത് പോയി ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. നമുക്ക് ഇപ്പോൾ തമാശയായി തോന്നും, പക്ഷേ ഇതൊക്കെ ദീസ് വർ റിയൽ കൺസേൺസ് ദാറ്റ് വി ഹാഡ് ടു ആക്ച്വലി ഓവർകം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമെന്ന് നമ്മളൊക്കെ നമ്മുടെ എക്സിസ്റ്റൻസിനെ ത്രെട്ടൻ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സൂബിക് ബേയിൽ നിന്ന്, ഫിലിപ്പീൻസിലെ സൂബിക് ബേയിൽ നിന്ന് നമ്മളിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ RBI മുഖാന്തരം ഇതിൻ്റെ റെമിറ്റൻസ് നടത്താനൊക്കെ വൈകുന്നു. ഒന്നാമത് RBIയുടെ പെർമിഷൻ വേണം. ഓരോ തവണയും നമ്മൾ ഡോളേഴ്സാണല്ലോ അത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പെർമിറ്റിനെല്ലാം അപ്ലൈ ചെയ്യുക. അതിന് ഓരോ തവണ ഈച്ച് ടൈം യു ഹാവ് ടു അപ്ലൈ. അത് വൈകി വന്നപ്പോൾ ചില ഡിഫോൾട്ട് ഉണ്ടായി, നമ്മുടെ ഇത്തിരി വൈകിപ്പോയി പേയ്മെൻറ്റിൽ. അപ്പോൾ സൂബിക് ബേയിലുള്ള ഇത് നടത്തുന്ന അതിൻ്റെ ഭാരവാഹി ലാരി റിസർവ് എന്നാണ് അങ്ങേരുടെ പേര്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങേര് പറഞ്ഞു നിങ്ങളുടെ ഈ സമയത്തിന് ഇത് വന്നില്ലെങ്കിൽ അത് സിഗ്നൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞു. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി ആ സമയത്തിൽ അത് എന്താ പറയുക സബ്മിറ്റ് ചെയ്യാൻ. പക്ഷേ നടന്നില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം അങ്ങേരും കുറച്ച് നോട്ടീസൊക്കെ തന്നു. ഒരു ദിവസം പറഞ്ഞു ടുമോറോ ബൈ 5 PM നിങ്ങളിത് തന്നില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ടേൺ ഓഫ് ദ സിഗ്നൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ വി കുഡ് നോട്ട് റെമിറ്റ് ദി എമൗണ്ട്. ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. എൻ്റെ വിഭാഗർ ജനറൽ മാനേജർ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയായിരുന്നു. വിഭാഗർ പറഞ്ഞ ആൾ പറഞ്ഞു ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നതെന്ന്. സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ നൗ വാച്ച് യുവർ സ്ക്രീൻ എന്നങ്ങേര് പറയാം ഫോണിൽ. വി ആർ വാച്ചിങ്. pull the plug. പെട്ടെന്ന് only the salt and pepper on the screen. അപ്പോൾ അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഷോക്ക്, യുനോ. നമ്മുടെ ഒരു ലൈഫ് ലൈൻ കട്ട് ചെയ്യുന്നത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണിത്. ആൻഡ് ദാറ്റ് ഈസ് എ ബിഗ് ഷോക്ക്. അത് അതിജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ, നമുക്ക് ലക്കിലി നമ്മുടെ ഈ കേബിൾ ശൃംഖല ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തതൊക്കെ എല്ലാ നോഡൽ സ്റ്റേഷൻസിലും നമ്മുടെ കേരളമൊട്ടാകെ വി വർ കണ്ടിന്യൂയിങ് ടു ഷോ ഇറ്റ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് വലിയ ഡിസ്റപ്ഷൻ ഉണ്ടായെന്ന് ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷേ കേരളത്തിന് പുറമെ സാറ്റലൈറ്റിലാണല്ലോ അത് വരേണ്ടത്, അവർക്ക് മനസ്സിലായി ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് കുറച്ച് ദിവസങ്ങൾ അത് നീണ്ടു നിന്നു, ഒരാഴ്ചയോളം നീണ്ടു നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് ഓൾമോസ്റ്റ് യു ഡൈ ആൻഡ് കം ബാക്ക് ടു ലൈഫ്, യു ഡൈ ആൻഡ് കം ബാക്ക് ടു ലൈഫ് എന്നുള്ളത് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ വളരെ പേടി തോന്നും. പക്ഷേ ഐ തിങ്ക് അറ്റ് ദാറ്റ് ടൈം എല്ലാം അതും വെല്ലുവിളിയായിരുന്നു. ബട്ട് വി നെവർ സെഡ് നോ മോർ. വി നെവർ സെഡ് വി വിൽ നോട്ട് ട്രൈ അഗെയിൻ. ഏതായാലും അതൊക്കെ അതിജീവിച്ചിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രായോഗികമാക്കാൻ പറ്റി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് ക്വൈറ്റ് എക്സൈറ്റിംഗ്, പയനിയറിങ് ആൻഡ് അഡ്വെഞ്ചറസ് ടൈം. തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് അതിൻ്റെ വിഷമങ്ങളൊന്നും അങ്ങനെ വിഷമങ്ങളായി തോന്നുന്നില്ല. കാരണം ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. അന്നുള്ള പ്രശ്നങ്ങളും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അത് അതിജീവിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കന്നറിയില്ല. ബട്ട് ഐ തിങ്ക് വി വർ ഓൾ, കാരണം ഇതിനൊക്കെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആൻഡ് വി വർ എക്സൈറ്റഡ് അബൌട്ട് എവറിത്തിങ് വി വർ ഡൂയിങ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ടീം സ്പിരിറ്റ് ആൻഡ് ദാറ്റ് സെൻസ് ഓഫ് അഡ്വെഞ്ചർ ആൻഡ് ദാറ്റ് സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ദാറ്റ് റെസൊല്യൂട്ട്നെസ് ഇസ് വാട്ട് സോ us through. So now when you look back, do you think it was worth it? സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. ആസ് ആൻ ഇന്നോവേഷൻ അന്ന് നമ്മൾ അത് ചെയ്തതിൻ്റെ ഈ മാധവൻകുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നമ്മൾ, ആൻഡ് സംതിങ് ദാറ്റ് വാസ് ഓൺ ദി എഡ്ജ് ഓഫ് ടെക്നോളജി അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐ ഡോണ്ട് നോ വെദർ നമ്മൾ പോന്നു കഴിഞ്ഞ് ആഫ്റ്റർ മീ ഇത് ഫ്ലഡ് എന്ന് പറയുന്ന പോലെയുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ അതിന് ശേഷം ഇതെങ്ങനെയാണ് പക്ഷേ അപ്പം ഇപ്പോൾ ഏഷ്യാനെറ്റിനെ മാത്രം നമ്മൾ വിമർശിച്ചിട്ട്, ഞാൻ വാർത്തകളുടെ കാര്യമാണ് പറയുന്നത്, എൻ്റെ പൊളിറ്റിക്സാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഏഷ്യാനെറ്റിനെ മാത്രം വിമർശിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യ ഒട്ടാകെ മീഡിയ ഒരു പ്രത്യേക രീതിയിൽ ഒരു റൈറ്റ് വിങ് സ്വഭാവമായിപ്പോയി. അപ്പോൾ അത് ഇവരും ഇറ്റ്സ് ബീങ് ഷെയർഡ് ഓൾ ഓവർ. അതെ എന്ന് മാത്രമേ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നമ്മളോട് ഏഷ്യാനെറ്റ് നമ്മളാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അഭിമാനം ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കുറ്റബോധം കൂടി അത് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് വാസ് ഇന്നോവേറ്റബിൾ. മേ ബി നമ്മൾ അവിടെ ഇരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയി പോകുമായിരുന്നു എന്ന് പേടിക്കണം. ഇതിലും അതെ. ശശികുമാർ ഏഷ്യാനെറ്റ് വിടുന്നതിൻ്റെ തലേ ദിവസം എന്നെ ടെലിഫോണിൽ വിളിച്ചു.
ഞാൻ തിരുവനന്തപുരത്താണ്, അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ടെലിഫോണിൽ വിളിച്ചു. ഞാൻ നാളെ വിടുകയാണ് എന്ന് പറഞ്ഞു. അത് വിടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ചെറിയ അറിവുണ്ടായിരുന്നു. ശശി അത് പറഞ്ഞതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. ശശിയുടെ ക്ഷണപ്രകാരം ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ വാർത്താ സംവിധാനം വിഭാഗം സംവിധാനം ചെയ്യുന്നതിൽ സഹായിക്കാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞാൻ നൽകിയിരുന്നത്. ശശി പോകുന്ന സാഹചര്യത്തിൽ അവിടെ തുടരേണ്ടതുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു. തുടരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. തിരിച്ച് ശശിയെ ടെലിഫോൺസിൽ ഞാൻ പറഞ്ഞു, ഞാനും നാളെ വിടുകയാണ്, ഇന്നത്തോടുകൂടി ഏഷ്യാനെറ്റുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ചെയ്യരുത് എന്ന് ശശി എന്നോട് ആവശ്യപ്പെട്ടു. എല്ലാവരും കൂടി ഒന്നിച്ചു പോയിരുന്നിരുന്നാൽ ഒരു ബ്രേക്ക് വരുന്നു എന്നുള്ള ധാരണയുണ്ടാവും. അത് അങ്ങനെയൊരു ധാരണ പൊതുജനങ്ങൾക്ക് നൽകുന്നത് നല്ലതാവില്ല, സ്ഥാപനത്തിന് നല്ലതാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോൾ പോകരുത് എന്ന് ശശി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശി പോയ ശേഷവും ഞാൻ കുറേ കാലം അവിടെ തുടർന്നത്. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം കളിയും ചിരിയും മേലെ കളിയും ചുഴിയും താഴെ പുറമേ മ്യൂസിക്കിൽ എനിക്ക് അന്നും എന്നും വലിയ താല്പര്യമുണ്ട്. ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുമുണ്ട്. ഒരു 10 കൊല്ലത്ത് കൂടുതൽ പഠിച്ചിട്ടുണ്ട് കർണാട്ടിക് മ്യൂസിക്. എൻ്റെ ഭാഗവതർ വെങ്കട്ടരാമ ഭാഗവതർ മഹാരാജപുരം വിശ്വനാഥയ്യരുടെ ശിഷ്യനായിരുന്നു. അങ്ങൊരു കാലത്ത് തന്നെ പഠിപ്പിക്കാൻ വരും. അപ്പോൾ ഞാൻ ഉറങ്ങി പതുക്കെ എണീക്കുമ്പോൾ അപ്പോൾ ഉള്ളിൽ വന്നിട്ട്, അപ്പോൾ സ്ത്രീ വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിടന്നുറങ്ങാമെന്ന് പറയും. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഡോർ വന്ന് ഉറങ്ങിയതൊക്കെ മതി എണീക്കാൻ പറയും. എണീറ്റിട്ട് പോയി പല്ല് വെച്ചിട്ട് വരാൻ പറയും, എന്നിട്ട് പഠിപ്പിക്കും. അങ്ങനെ കർശനമായി പഠിപ്പിച്ചിട്ട് പിന്നെ ഇനി താല്പര്യമുണ്ട്. ആ മ്യൂസിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പിന്നെ കാണുന്ന തമ്പുരു, ഇത് ശരിക്കും എനിക്ക് ഇതിനൊരു ഹിസ്റ്റോറിക് തമ്പുരുവാണ്. കാരണം ഇത് സെമ്മങ്കുടി ഭാഗവതർ മഹാരാജപുരം വിശ്വനാഥയ്യർക്ക് കൊടുത്ത തമ്പുരുവാണ്. അത് എൻ്റെ കൈവശം വരാൻ ഒരു കാലഘട്ടത്തിൽ മഹാരാജപുരം മറ്റേ വിശ്വനാഥയ്യരുടെ മകൻ സന്താനത്തിന് എന്തോ ഒരു പൈസയുടെ ആവശ്യം വന്നിട്ട് എൻ്റെ ഭാഗവതരോട് പറഞ്ഞു, ഈ തമ്പുരു ആർക്കെങ്കിലും വിൽക്കണം, എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആ കാലത്ത് 3000 ഉറുപ്പിക ഇട്ട്, ഞാൻ പറയുന്നത് 70 ലേറ്റ് 70s കാര്യമാണ് പറയുന്നത്. അപ്പോൾ വെങ്കട്ടരാമ ഭാഗവതർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഐ വാണ്ട് യു ടു ബൈ, നീ ഇത് വാങ്ങിക്കണം എങ്ങനെയെങ്കിലും. എൻ്റെ കയ്യിൽ വന്ന പൈസയൊന്നുമില്ല, ഞാൻ ആരുടെയോ എന്ന് കടം വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു തമ്പുരുവാണ് അത്. എൻ്റെ കഥ അല്ലെങ്കിൽ ഈ തമ്പുരുടെ കഥയും ഇതിൽ വലിയൊരു പ്രസക്തിയുള്ളൊരു ഒരു ബയോഗ്രഫിയാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. Hello and welcome to the latest edition of Pop-Up Newsroom, live from the Asian College of Journalism and the Newhouse School of Communications at Syracuse University in New York. ഏഷ്യാനെറ്റിലുള്ളപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ആയിരുന്നു, ഇന്ത്യയിൽ ഒരു ജേർണലിസം സ്കൂൾ വേണമെന്നുള്ളത്. ജേർണലിസം സ്കൂൾ എന്ന് പറയുമ്പോൾ പല യൂണിവേഴ്സിറ്റീസിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ഉണ്ട്, പബ്ലിക് റിലേഷൻസ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ജെ സ്കൂൾ എന്ന് പറയും വെസ്റ്റിലൊക്കെ, ഇപ്പോൾ കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസം, ദ ജെ സ്കൂൾ, ജേർണലിസം സ്കൂൾസ്. അപ്പോൾ അത് ഞാനും എൻ്റെ സുഹൃത്തും, എൻ്റെ ഉറ്റ സുഹൃത്ത് രാം, എൻ്റെ സീനിയർ ആണെങ്കിലും എൻ്റെ ഒരു മെൻറ്ററുമാണ് രാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ അനുകരിക്കുന്നത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് കരുതുന്നത് ജേർണലിസത്തിൽ രാം തന്നെയാണ്. അപ്പോൾ രാമും ഞാനുമായിട്ട് ഇത് പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. രാമിനും അപ്പം നല്ല ഉത്സാഹമായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണം, ഒരു ജെ സ്കൂൾ തുടങ്ങണം. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഭാരവാഹിയായി നടത്തിക്കൊണ്ട് പോകുമ്പോൾ എനിക്കത് ചെയ്യാനുള്ളൊരു അവസരം കിട്ടില്ലായിരുന്നു. 2000 ഞാൻ ഏഷ്യാനെറ്റ് ഡൈവേസ്റ്റ് ചെയ്തപ്പോൾ, എൻ്റെ സ്റ്റെക്സ് ഡൈവേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴാണിത് ചെയ്യേണ്ട ഒരു അവസരം. അങ്ങനെയാണ് മീഡിയ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്നുള്ള ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. ഞാനാണ് എൻ്റെ ഫൗണ്ടർ, ട്രസ്റ്റിയും ചെയർമാനും. രാം ഈസ് അനദർ ട്രസ്റ്റി. എൻ്റെ ഫൗണ്ടേഷൻ ട്രസ്റ്റീസിൽ രാധിക എൻ്റെ ഭാര്യ, ഷീ ഈസ് എ പബ്ലിഷർ ഓഫ് ചിൽഡ്രൻസ് ബുക്സ്, തുലിക പബ്ലിക്കേഷൻസ്. പിന്നെ CP ചന്ദ്രശേഖർ പ്രൊഫസർ, JNU പ്രൊഫസർ. ഞങ്ങൾ 4 പേരുമാണ് ആദ്യത്തെ ട്രസ്റ്റീസ്.
ഞാനാണത് ഫൗണ്ട് ചെയ്യുന്നതും. അങ്ങനെയാണ് മീഡിയ ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിച്ച് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്നുള്ളൊരു ഈ സ്ഥാപനം ഞങ്ങളങ്ങനെ ഫൗണ്ട് ചെയ്യുന്നു. Initially, I was very skeptical whether we would be able to do this enormous thing, to run a postgraduate journalism education on the scale that he thought of was unusual. So then he invited us to become trustees to support high quality journalism and offer as its prime objective education at the postgraduate level. അപ്പം ഞാനും എൻ രാമും ഈ CP ചന്ദ്രശേഖറും ഒരുമിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല ജേർണലിസം കോളേജസിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ കരിക്കുലം എന്താണ്, അവരുടെ ഫിലോസഫി എന്താണെന്ന് മനസ്സിലാക്കാൻ UK യിലും USA യിലും വളരെ അറിയപ്പെടുന്ന കോളേജസ് വിസിറ്റ് ചെയ്യുന്നു. കാർഡിഫിലും മറ്റേ സിറ്റി കോളേജ് ലണ്ടനിലും വെസ്റ്റ്മിൻസ്റ്ററിലും, അതേപോലെ USA യിലെ ന്യൂയോർക്ക് കോളേജും കൊളംബിയ സ്കൂൾ ഓഫ് ജേർണലിസം, ബറൂക്ക് കോളേജ് ഓഫ് ബിസിനസ് ജേർണലിസം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു അതായത് അവർക്കൊക്കെ ഒരു കൃത്യമായ ഫിലോസഫി ഉണ്ടാവും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഒന്ന്, ദർ ഇസ് ദ വൈ ഓഫ് ജേർണലിസം ആൻഡ് ദർ ഇസ് ദ ഹൗ ടു ഓഫ് ജേർണലിസം. വൈ ഓഫ് ജേർണലിസം എന്ന് പറയുന്നത് എന്തിന് ജേർണലിസത്തെ കൊണ്ട് എന്താ ഉപയോഗം, ഹൗ ടു ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മൾ ഹൗ ഡു യു ഡു ഇറ്റ് ഓപ്റ്റിമലി. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുന്ന ഒരു കരിക്കുലമാണ് വേണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഈ കരിക്കുലം എല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ACJ അല്ലെങ്കിൽ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ കരിക്കുലം ഉണ്ടാക്കുന്നത്. കരിക്കുലത്തിൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഞങ്ങൾ വളരെ ശ്രദ്ധപൂർവ്വം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒന്ന്, എത്തിക്സ് ഓഫ് ജേർണലിസം. ഇന്ന് പ്രത്യേകിച്ചും ഫേക്ക് ന്യൂസിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട കാര്യമില്ല. രണ്ടാമത്, ഹാവിങ് എ സെൻസ് ഓഫ് ദി അതർ. അതായത് ഇന്ത്യയിലെ റൂറൽ കമ്മ്യൂണിറ്റീസ്, റൂറൽ ഇന്ത്യയിലെ ആൾക്കാരുടെ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ ദാറ്റ് ദേ ആർ ഇൻ ആൻഡ് ഹൗ ഡു ദേ ലിവ് ദെയർ ലൈഫ്സ്. അത് പലപ്പോഴും നമ്മുടെ വാർത്താമാധ്യമങ്ങൾ, മുഖ്യധാര വാർത്താമാധ്യമങ്ങൾ വളരെ ദുർലഭം അതിനെപ്പറ്റി നമുക്ക് കാണാനോ വായിക്കാനോ കേൾക്കാനോ പറ്റുന്നുള്ളൂ. അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജേർണലിസമായിട്ടാണ് നമ്മുടെ കരിക്കുലം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വി ഹാവ് ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് ഓവർ ദ ലാസ്റ്റ് 18 to 19 years എന്നുള്ളത് is a matter of some pride and accomplishment for all of us. ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൻ്റെ വേറെ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞു തീരും. ഒന്ന്, ഞങ്ങൾക്ക് ഉള്ള സ്കോളർഷിപ്സ് റെജീം. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 20 to 25% സ്കോളർഷിപ്സ് ഉണ്ട്. അതിൽ പലതും ഇന്ത്യൻ സ്കോളർഷിപ്സാണ്. ഡലിറ്റ് സ്കോളർഷിപ്സ് എന്നൊരു സെപ്പറേറ്റ് വിഭാഗമുണ്ട്. അതിലൊക്കെ ഉപരി ഇന്ത്യക്ക് പുറമെ സൗത്ത് ഏഷ്യൻ കൺട്രീസ്, നമ്മൾ സാർക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന കൺട്രീസിൽ അഫ്ഗാനിസ്ഥാൻ, ബാംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്നും 2 or 3 കാൻഡിഡേറ്റ്സിന് ഓരോ വർഷവും വരാനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതാണ് ഈ സൗത്ത് ഏഷ്യ ഫൗണ്ടേഷൻ സ്കോളർഷിപ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് സ്ഥാപിച്ചിരിക്കുന്നതാണ് അംബാസിഡർ മദൻജിത് സിംഗ്. അദ്ദേഹം യുനെസ്കോ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് സംഖ്യ ഇതിനു വേണ്ടി എൻഡോവ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ കോർപ്പസ് എൻഡോവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാ വർഷവും 12 or 15 കുട്ടികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സാണ്. രണ്ടാമത്തെ വിശേഷം, ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 100% പ്ലേസ്മെൻറ്റ്സ് ലഭിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും. തുടക്കത്തിലൊക്കെ സത്യം പറഞ്ഞാൽ 200 or 300% പ്ലേസ്മെൻറ്റ്സ് പറയാം. കാരണം എല്ലാ കാൻഡിഡേറ്റ്സും, എല്ലാ കുട്ടികൾക്കും ദോസ് ഹു പാസ്ഡ് ഔട്ട് ഗെറ്റ് ഓഫർ ഓഫ് 2 or 3 jobs. സിനിമയായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ പറഞ്ഞ പോലെ എഴുത്തിലും സിനിമ കണ്ടും ഒക്കെയാണ് തുടങ്ങിയതെങ്കിലും 1970-കളുടെ അവസാനങ്ങളിൽ ഒരു സിനിമയിൽ നായകനായിട്ട് തന്നെ അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതെൻ്റെ ഫ്രണ്ട് ചിന്താ രവീന്ദ്രൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ എന്ന പടം മലയാളത്തിൽ. പിന്നെ ഒരുപാട് ഫ്ലാഷ് ഫോർവേഡ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്കാണ് പിന്നെ മമ്മൂട്ടി നിർബന്ധിച്ചിട്ട് എനിക്ക് ഒരു നടനായിട്ട് വീണ്ടും മലയാളത്തിൽ വരേണ്ട ഒരു സാഹചര്യം വന്നത്. അതൊരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിലും അത് ശ്രദ്ധിക്കപ്പെട്ടു ആൾക്കാർ. ലൗഡ് സ്പീക്കർ എന്ന പടത്തിൽ മമ്മൂട്ടിയുടെ കൂടെ ഒരു മേനോൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട്. പണം വാങ്ങാണ്ട് പോവാൻ നീ എൻ്റെ ആരാ? ഓ ആരാണെന്ന എനിക്കെന്നെ തോന്നിയ ഞാൻ ചെയ്യും. ആഹാ, ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് വിചാരിച്ചോ? ഇനി നീ ആ കടത്തിനെ കിടക്കണത് എനിക്കൊന്ന് കാണണം. ഞാൻ ആ സ്ഥലം വാങ്ങിക്കാൻ പോവാ.
ഏത് സ്ഥലം? എന്റെ അപ്പന്റെ സ്ഥലം. ഞാൻ എന്റെ അപ്പനെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞ എന്ത് ചെയ്യും? പറഞ്ഞാൽ ഞാൻ കൊല്ലും. അതുകൊണ്ട് ഇങ്ങനെ 1984 സിഖുകൾക്ക് എതിരെ നടന്ന മറ്റേ റയറ്റ്സ് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും അപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ NS മാധവൻ്റെ വെൺമരങ്ങൾ വീഴുന്നു എന്നുള്ള മറ്റേ കഥ, നീണ്ട കഥ വായിക്കുന്നത്. പക്ഷേ അത് സിനിമയാക്കാനൊന്നും എൻ്റെ മനസ്സിലൊന്നില്ല. പക്ഷേ 2002 വീണ്ടും ഗുജറാത്തിൽ കലാപം നടക്കുമ്പോൾ മുസ്ലിംസിനെതിരെ ഇത് രണ്ടും കൂടി യോജിച്ച് എന്തോ ഒരു സം കെമിസ്ട്രി ക്ലിക്ക്. അങ്ങനെയാണ് ഒരു സിനിമ എനിക്ക് അവസാനം ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത്. ആ സിനിമ നന്നായി പോയി, കുറച്ച് എന്താ പറയുക, ഫെസ്റ്റിവൽസിലൊക്കെ പോയി. എനിക്ക് G. അരവിന്ദൻ്റെ അവാർഡ് കിട്ടി, ഫസ്റ്റ് ഡെബ്യൂട്ടാന്റ് ഫിലിം മേക്കറിൻ്റെ അവാർഡ് കിട്ടി. അങ്ങനെ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടായി. ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഇറ്റ് വാസ് എ യൂസ്ഫുൾ എക്സ്പീരിയൻസ്. അതിലൊരു ഇൻസൈറ്റ് കിട്ടി എനിക്ക് സിനിമയെ പറ്റിയുള്ളത്. ഈ പുതിയ സംരംഭം ഏഷ്യവിൽ ഇൻ്ററാക്റ്റീവ് എന്നുള്ളത് മൾട്ടിമീഡിയ ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവ് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പുതിയ തലമുറയ്ക്ക് മില്ലേനിയൽ ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു ജേർണലിസം റീഇമാജിൻഡ് ആൻഡ് റീഡിഫൈൻഡ് എന്നാണ് നമ്മളത് വിശേഷിപ്പിക്കുന്നത്. ഈ പുതിയ തലമുറയ്ക്ക് ടെലിവിഷനും പത്രമാധ്യമമൊന്നും താല്പര്യമില്ല എന്നുള്ളത് വളരെ ഓബ്വിയസ് ആണ്. അവരെല്ലാം കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. About 70 to 80% of their consumption of information and news is on the mobile phone. Mobile screen, mobile phone, mobile audio, mobile text. അപ്പോൾ ആ തലമുറയ്ക്ക്, എന്ന് വെച്ചാൽ ഒരു 18 to 40 അല്ലെങ്കിൽ 45 ഏജ് ഗ്രൂപ്പ്, ആ തലമുറയ്ക്ക് ഉള്ളൊരു ടാർഗറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയെ മനസ്സിൽ വച്ചിട്ടാണ് നമ്മൾ ഏഷ്യവിൽ ഇൻ്ററാക്റ്റീവ് രൂപീകരിച്ചിരിക്കുന്നത്. This is a new venture in which Tuhin Menon is the CEO, and we have some investors who are supporting us, and we have to wait and see how it goes forward. രാജ്യത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ നിന്ന് തീർത്തും വിഭിന്നമായ നില തന്നെയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെതായ പ്രത്യേകതകളൊരു കാരണം തന്നെയാണ്. നമ്മുടെ നവോത്ഥാനത്തെ തുടർന്ന് കേരളീയ സമൂഹം വളർന്നു വന്നത് ദേശീയ പ്രസ്ഥാനം വഹിച്ച പങ്ക്, തുടർന്ന് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക്, ഇതിൻ്റെ എല്ലാം ഭാഗമായി രൂപം കൊണ്ട സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. It's something that Mr. SASHIKUMAR has been driving from the beginning. And I've had the opportunity now to work very closely with him, and it really has been a educative experience for me as well, to see how sort of he goes about his day-to-day work and how seriously he sort of takes it. So that really has, I think, for me been a great learning experience, because otherwise I've only kind of growing up seen and heard things about him, usually narrated by others or read or seen in other places. But to actually sort of watch that up close has been a great experience, and I think it adds a lot of value, frankly, to what we're doing. So I really hope that we continue to work together on this, and that Asiaville goes from strength to strength. இலங்கையில் ஓடுது, எந்த தவறும் செய்யாத சிறு குழந்தைகள் சாகுது. ஒரு மனிதனை அழிப்பது மிருக செயலை விட கொடுமையானது. இலங்கையில் அகோர செயல் நடக்கிறது. Yeah, the transitions
particularly after AsiaNet. Even after PTI TV was not easy. One, they were very new initiatives in that area. So there were a lot of challenges. I mean, everyone who came later, I think, had it easier. There are too many pressures on the media, attacks. India's ranking globally for press freedom is extremely poor. There are issues that need to be resolved. So on all these things, I think fresh thinking is required. And SASHIKUMAR is very much part of this conversation. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട്, അത് ഒരു ഇടത് വീക്ഷണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ പ്രൊഫഷണൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിച്ച ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് ശശികുമാറിനെ ഞാൻ കാണുന്നത്. പരാജയങ്ങളും തിരിച്ചടികളും കിട്ടുമ്പം അതിനെ ഓവർകം ചെയ്ത് പിറ്റേന്ന് വീണ്ടും ചാടിപ്പടഞ്ഞ് എണീറ്റ് മുന്നോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു ശേഷിയുണ്ടല്ലോ. അതായിരുന്നു ശശിക്കുണ്ടായിരുന്നതും. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ നിന്ന് ഞങ്ങളാലാവും വിധം അതിനെ അങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നു. അതുപോലെ ഒരു വിഷണറിയാണ് ശശി. അത് ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവളാണ് ആ യാത്ര. അത് എനിക്ക് തോന്നുന്നത് ഇനിയും മുമ്പോട്ട് ഇനിയും പലത് കാണാനിരിക്കുന്നു. If you say democracy in one breath, you must be able to say freedom of speech in the next breath. Now it looks like the next breath is already being suffocated, and this is auguring very evil days or very bad days ahead for democracy. And the entire nation, I think, is exercised by this. Journalists are exercised by this. Thank you, Chairperson Geeta, Sainath, Nikhil. Friends, I don't agree with Nikhil that we have no freedom of speech. We have freedom of speech. We don't have freedom after speech. I would love to, from the response I got for that, I'd love to claim that as my own, but it's STALIN who said this, quoting a judge in Singapore. We are, I think, at a defining moment now in this country, not just in terms of our democracy, which is of course at the crossroads, but also, and that is very dangerous, very distressing for somebody who's been in the media for so many decades, we are also at a defining moment in terms of our media. There are forces acting on the media, which are bad enough, and then there are the sins of commission and omission of the media, which we should be ashamed of. The media in this country are different from many other media. If you look around us, we have democracies. We have qualified democracies in Singapore, in Malaysia, in Indonesia, in Pakistan, all over the place. But they are qualified democracies. They are democracies which are stunted in one form or the other. এসেছে চৈত্র সন্ধ্যা বসন্ত ঘন হয় এসেছে চৈত্র সন্ধ্যা